2024 കീമിൻ്റെ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ട്രിഗണോമെട്രി കുറച്ച് ഫോർമുലാസ് ഒക്കെ പഠിക്കാനുണ്ട്. NCERT ബേസ്ഡ് ആയിട്ടുള്ള ഫോർമുലാസ് എല്ലാം പഠിക്കണം. അത് കൂടാതെ കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള ഫോർമുലാസ് പഠിക്കണം. NCERTയുടെ അപ്പുറത്തുനിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, എങ്കിലും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. പക്ഷെ നമ്മൾ ഉദ്ദേശിച്ചതുപോലെയല്ല. ഒരു 6-7 ക്വസ്റ്റ്യൻസ് എങ്കിലും ഓരോ ദിവസത്തെ എക്സാമിനും വന്നിട്ടുണ്ട്. 5 സെഷനായിട്ടാണ് എക്സാം നടന്നത്. അപ്പോൾ 7-8 ക്വസ്റ്റ്യൻ വരെ വന്ന ദിവസങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2024 എക്സാം ബേസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ട്രിഗണോമെട്രിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കൂടുതൽ പ്രതീക്ഷിക്കാം. കൂടുതൽ ക്വസ്റ്റ്യൻസ് NCERT ഫോർമുലയിൽ നിൽക്കും. പിന്നെ 1-2 എണ്ണം ഒക്കെ കുറച്ചുകൂടെ കാര്യങ്ങൾ പഠിച്ചാൽ നന്നായിരിക്കും. ഓക്കെ, നമുക്കപ്പോൾ ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് നോക്കാം. സേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സൈൻ റേസ് ടു 615 പ്ലസ് കോസ് റേസ് ടു 615 ഡിഗ്രി ഈസ് ഈക്വൽ ടു. ഒന്ന്, നിങ്ങൾക്ക് 15 ഡിഗ്രിയുടെ വാല്യൂ ബൈ ഹാർട്ട് അറിയില്ലായിരിക്കാം. 2, അതൊന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാട്ടോ. സൈൻ 15 √3 - 1/2 √2, കോസ് 15 √3 + 1/2 √2, ടാൻ 15 2 - √3, കോട്ട് 15 2 + √3. അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഞാനിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത് ആ വാല്യൂ ഇല്ലാതെ തന്നെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. കാരണം ഓപ്ഷനൊക്കെ കൊടുത്തിരിക്കുന്നത് റൂട്ടൊന്നുമില്ല. ഞാനീ പറഞ്ഞതിന് അതൊക്കെ റൂട്ടുണ്ട്. അപ്പോൾ ഇല്ലാതെ തന്നെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. 2 ഐഡൻറ്റിറ്റി ഒന്ന് ഓർത്തിരുന്നാൽ നന്നായിരിക്കും. ഒന്ന്, സൈൻ റേസ് ടു 4x പ്ലസ് കോസ് റേസ് ടു 4x ഈക്വൽ ടു 1 - 2 സൈൻ സ്ക്വയർ x ഇൻറ്റു കോസ് സ്ക്വയർ x. സൈൻ റേസ് ടു 6x പ്ലസ് കോസ് റേസ് ടു 6x ഈക്വൽ ടു 1 - 3 സൈൻ സ്ക്വയർ x കോസ് സ്ക്വയർ x. ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിരിക്കുന്ന ഐഡൻറ്റിറ്റിയിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കുന്നതാണ് അവർ. അപ്പം ഇതിനെ നിങ്ങൾ ഈ സൈൻ റേസ് ടു 6നെ സൈൻ സ്ക്വയർ എക്സ് ദി ഹോൾ ക്യൂബ് എന്നും, ഇതിനെ കോസ് സ്ക്വയർ എക്സ് ദി ഹോൾ ക്യൂബ് എന്നും എഴുതും. എന്നിട്ട് a³ + b³ എന്നുള്ള ഐഡൻറ്റിറ്റി യൂസ് ചെയ്യും. a³ + b³ എന്നുള്ള ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് a + b ഹോൾ സ്ക്വയർ അങ്ങനെ അവർ ചെയ്തെടുക്കുന്നതാണ് ആ റിസൾട്ടുകൾ. അപ്പോൾ റിസൾട്ട് ഇത് 2 റിസൾട്ടായിട്ടൊന്ന് പഠിച്ചാൽ നന്നായിരിക്കും. അപ്പോൾ അതിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 1 - 3 സൈൻ സ്ക്വയർ 15 ഇൻറ്റു കോസ് സ്ക്വയർ 15 എന്ന് കിട്ടും. ഓക്കെ, ഈക്വൽ ടു 1 - 3, ഞാൻ ആ ഹോൾ സ്ക്വയർ കോമൺ ആയിട്ട് ഇട്ടിട്ട് സൈൻ 15 ഡിഗ്രി ഇൻറ്റു കോസ് 15 ഡിഗ്രി. നമുക്ക് ബൈഹാർട്ട് പഠിച്ചിരിക്കുന്ന ഫോർമുലയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾ ബൈഹാർട്ട് പഠിച്ചിരിക്കുന്ന ഫോർമുലയിലേക്ക് വരും. 3 × 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 2 തീറ്റ വരും. അങ്ങനെ സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 30 വരും. അതിൻ്റെ സ്ക്വയർ ഉണ്ട്. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ 2 തീറ്റ വരും. അതിൻ്റെ സ്ക്വയർ ഉണ്ട്. ബൈ 4 എന്നും വരും. 2 സ്ക്വയർ എന്ന് പറയുന്ന 4 എന്നും വരും. വിച്ച് ഈസ് ഈക്വൽ ടു 1 - 3/4 ഇൻറ്റു സൈൻ 30 എന്ന് പറയുന്നത് 1/2 ആണ്. അതിൻ്റെ സ്ക്വയർ ഉണ്ട്. സോ 1/4 വരും. ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 16 വരും. 16 - 3/16. ആൻസർ 13/16 ഓപ്ഷൻ എ കിട്ടും. ഇത് NCERTയുടെ അപ്പുറം 2 ഫോർമുലയൊക്കെ അറിയണം. ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ സ്പീഡിൽ ചെയ്യാമെന്ന് മാത്രം. അതല്ലെങ്കിൽ a³ + b³ എന്നുള്ള ഐഡൻറ്റിറ്റി യൂസ് ചെയ്ത് ഇത് ഡിറൈവ് ചെയ്തെടുക്കേണ്ടി വരും. ഇത് രണ്ടും ഒന്ന് ഓർത്തിരുന്നു. കമ്പയർ ചെയ്ത് പഠിക്കാൻ എളുപ്പമല്ലേ. ഇതിനകത്ത് 3 വരും, അതിനകത്ത് 2 വരും. അത്രയൊരു വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ 2 ഫോർമുലയും ജെയ്ക്കൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതാണ്. കീമിനൊന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. അങ്ങനെ ഓപ്ഷനെ കിട്ടി. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാലും ഇതേ പ്രശ്നം തന്നെ നേരിടുന്നു. 1 + cos π/8. π/8 എന്ന് പറഞ്ഞാൽ π/4ൻ്റെ പകുതിയാണ്. π/4ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ തന്നെ പ്രശ്നമായി. π/4 എന്ന് പറയുന്നത്
നമുക്കറിയാം 45, അതിൻ്റെ പകുതി എടുക്കുമ്പോൾ 22.5. ഇതൊന്നും നമ്മൾ ബൈ ഹാർട്ട് പഠിക്കുന്നില്ല. നമുക്കിതിനെ ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കാം. 1 + cos π/8 ഇൻറ്റു cos 7 π/8നെ cos π - π/8 എന്ന് എഴുതാം. π - π/8, 8 LCM ആയിട്ട് എടുത്താൽ 7 π/8, വിച്ച് ഈസ് -cos π/8 എന്ന് വരും കേട്ടോ. -cos π/8. cos π - π/8 is -cos π/8. 180 - θ, that is -cos θ. കാരണം എന്താ? സെക്കൻഡ് ക്വാഡ്രന്റിൽ cos നെഗറ്റീവ് ആണ്. സോ 1 - cos π/8, which is equal to 1 - cos square π/8. a plus b into a minus b, a square minus b square എന്ന് കിട്ടി. ഓക്കെ, which is equal to sin square π/8. sin square π/8. 1 - cos square π/8 is what? Which is sin square π/8. ഇവിടം വരെ കിട്ടി. sin square π/8. ഇവിടെ π/8ന്റെ വാല്യൂ ബൈ ഹാർട്ട് അറിയാമെങ്കിൽ ഇവിടുന്ന് ചെയ്യാമായിരുന്നു. അത് അറിയില്ലാത്ത സ്ഥിതിക്ക് നമ്മളൊരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റോടെ നടത്തുന്നു. sin square theta is equal to 1 - cos 2θ/2. 2 sin square theta equal to 1 - cos 2θ. അപ്പോൾ ആ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്താൽ 1 - cos π/4 വരും, ഹോൾ ഡിവൈഡഡ് ബൈ 2. അതായത് തീറ്റ എന്ന് പറയുന്നത് π/8 ആണ്, അതിൻ്റെ ഡബിൾ എടുക്കണം. അപ്പോൾ 2θ. ഓക്കെ, 2θ എന്ന് പറയുമ്പോൾ അത് π/4 വരും. ഇപ്പോൾ നമുക്ക് വാല്യൂ ബൈ ഹാർട്ട് അറിയാം. 1 - 1/√2/2 വരും. √2 LCM കണ്ടാൽ √2 - 1 ഡിവൈഡഡ് ബൈ 2√2 എന്ന് കിട്ടും. √2 - 1 ഡിവൈഡഡ് ബൈ 2√2. ഓപ്ഷൻ വന്നിട്ട് √2 - 1/2√2, ഓപ്ഷൻ സി. ഓക്കെ, ഐഡൻറ്റിറ്റീസ് ശരിക്കും പഠിക്കൂ. NCERTയിലെ ഐഡൻറ്റിറ്റി ഞാനൊക്കെ ഇങ്ങനെ മാറ്റാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ π/8 അറിയില്ല, പക്ഷെ ഇൻറ്റു 2 വന്നാൽ π/4 അറിയാം. അങ്ങനെ നമ്മൾ അതനുസരിച്ച് മാറ്റി പോകും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ cos A ഇൻറ്റു cos 2A. cos A ഇൻറ്റു cos 2Aയുടെ ആൻസർ വേറെ ഒന്നും ചെയ്യണ്ട, സൈൻ്റെയും കോസിൻ്റെയും ടൈമിലേക്ക് ഒന്ന് മാറ്റണം. അപ്പോൾ എന്തായാലും ഇതിന് ഡിനോമിനേറ്ററും വന്നിട്ടുണ്ട്. പല മെത്തേഡിൽ ചെയ്യാം. ഒരു മെത്തേഡ് ഞാൻ ചെയ്യുന്നത് ഈ cos A ഇൻറ്റു cos 2A ഉണ്ടല്ലോ, ഇതിനെ ഞാൻ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ഒരു 2 sin A കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 2 sin A. 2 sin A. അപ്പം ന്യൂമറേറ്റർ എന്തായി നോക്കിയേ? 2 sin A cos A. എല്ലാവർക്കും അറിയാവുന്ന ഫോർമുല, ദാറ്റ് ഈസ് sin 2A ഇൻറ്റു cos 2A ബൈ 2 sin A. ക്ലിയർ? 2 sin A cos A, 2 sin A cos A sin 2A എന്ന് എഴുതി. ദെൻ ഡിവൈഡഡ് ബൈ 2 sin A. ഇനി ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റോടെ ചെയ്ത ആൻസർ ആയില്ലേ? ഒരു ഇൻറ്റു 2 ന്യൂമറേറ്ററും ഒരു ഇൻറ്റു 2 താഴെ കൂടെ ചെയ്താൽ 2 sin 2A cos 2A, വിച്ച് ഈസ് sin 4A എന്ന് വരും. ഡിവൈഡഡ് ബൈ 4 sin A എന്നും വരും. sin 4A ഡിവൈഡഡ് ബൈ 4 sin A എന്ന് വരും. ഫസ്റ്റ് ഓപ്ഷൻ A is correct. ഓപ്ഷൻ A is correct. sin 4A by 4 sin A. ഒരൊറ്റ ഫോർമുല മാത്രമായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ NCERTയിൽ പഠിച്ചിട്ടുള്ള sin 2x ഈക്വൽ ടു 2 sin x cos x. ഈ വരുന്ന ആംഗിൾ ഇല്ല, അതിൻ്റെ ഡബിൾ ആയിരിക്കണം ഇവിടെ വരുന്നത്. ഇവിടെയും എക്സ് ആണെങ്കിൽ അതിൻ്റെ ഡബിൾ 2x ഇവിടെ വരണം. ഇത്രയേ ഉള്ളൂ കണ്ടീഷൻ. അപ്പോൾ ഇവിടെയും 2a ആയിരുന്നെങ്കിൽ അതിൻ്റെ ഡബിൾ 4a വരും. ഓക്കെ, ഇവിടെയും 2a ആയിരുന്നെങ്കിൽ അതിൻ്റെ ഡബിൾ 4a അവിടെ വരും. ആ രീതിയിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രം. ഇനി ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല കേട്ടോ. വേണമെങ്കിൽ ഇവിടെ cos 2a ഇല്ലേ, sin 2a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. 2 sin 2a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് അങ്ങനെയും ചെയ്യാം. അതൊന്നും കുഴപ്പമില്ല. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, വെരി ഈസി ക്വസ്റ്റ്യൻ. ന്യൂമറേറ്റർ sin c പ്ലസ് sin d എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്താൽ
2 sin c plus d by 2, that is 7 plus 5, 12, 12 by 2, 6x into cos c minus d by 2, 7 minus 5, that is 2x by 2 എന്ന് പറയുമ്പോൾ cos x divided by 2 cos c plus d by 2, 7 plus 5 അല്ലേ, 2 cos c plus d by 2, 7 plus 5, 12, 12 by 2, 6x into cos 7 minus 5, 2, 2 by 2 x. cos 2 എല്ലാം ക്യാൻസൽ ആയിട്ട് sin 6 by cos 6 എന്ന് പറയുന്ന tan 6. വെരി ഈസി ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ആൻസർ ഈസ് tan 6x, ഡയറക്റ്റ് NCERT ഫോർമുല. അടുത്തത് പീരിയോഡിക് ഫംഗ്ഷനെ കുറിച്ചാണ്. പീരീഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പീരീഡിനെ കുറിച്ച് അറിയില്ലെങ്കിൽ ഞാൻ 1-2 ഇൻഫർമേഷൻസ് പറഞ്ഞു തരാം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷന്റെ പീരിയഡ് ടി ആണെന്നിരിക്കട്ടെ. ടി ആണെങ്കിൽ എഫ് ഓഫ് ടി പ്ലസ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് കിട്ടണം. അത് റിപ്പീറ്റ് ചെയ്യുന്ന ആ ഒരു വിട്ടാണ് ഉദ്ദേശിക്കുന്നത്. റിപ്പീറ്റ് ചെയ്യുന്ന ഒരു വിട്ടാണ് ഈ പീരിയഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടി ഈസ് ദ ലീസ്റ്റ് പോസിറ്റീവ് നമ്പർ. കാരണം ഇപ്പോൾ സൈൻ 2π പ്ലസ് എക്സ് എടുത്താലും സൈൻ 4π പ്ലസ് എക്സ് എടുത്താലും സൈൻ 6π പ്ലസ് എക്സ് എടുത്താലും എല്ലാം സൈൻ എക്സ് തന്നെയാണ്. പക്ഷെ അതിനകത്ത് ചെറുത് 2π ആണ്, അതാണ് എടുക്കേണ്ടത്. അപ്പോൾ അതിനകത്ത് 1-2 കാര്യങ്ങളോട് ഓർത്തോളൂ. ഇപ്പോൾ സൈൻ എക്സ്, കോസ് എക്സ്, സീക്ക് എക്സ്, കൊസീക്ക് എക്സ്, ഇതിൻ്റെ എല്ലാം പീരീഡ് 2π ആയിരിക്കും. ഇതിൻ്റെ എല്ലാം പീരീഡ് 2π ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ടാനിൻ്റെയും കോട്ടിൻ്റെയും പീരീഡ് പൈ ആയിരിക്കും. അതായത് ഇതൊരു 2π വിട്ട് കഴിയുമ്പോൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പോകും. ഇതൊരു പൈ വിട്ട് വെച്ചിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനകത്ത് പിന്നെയും അഡീഷണൽ ഫോർമുലാസ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതിൻ്റെ മോഡുലസ് എടുക്കുവാണ്. മോഡ് സൈൻ, മോഡ് കോസ്, മോഡ് ടാൻ, ഇതിൻ്റെ എല്ലാം പീരീഡ് വരുമ്പോൾ പൈ ആയിരിക്കും. എല്ലാ ഫംഗ്ഷൻ്റെ മോഡ് എടുത്താൽ പീരീഡ് പൈ ആയിരിക്കും. അതുപോലെ തന്നെ സൈൻ റൈസ് ടു എൻ എക്സ്, കോസ് റൈസ് ടു എൻ എക്സ്, സീക്ക് റൈസ് ടു എൻ എക്സ്, കൊസീക്ക് റൈസ് ടു എൻ എക്സ് പവർ എടുക്കുന്നു. എൻ ഈവൻ ആണെങ്കിൽ പീരീഡ് പൈ ആയിരിക്കും. പൈ ആണ് എപ്പോഴാണ്? എൻ ഈവൻ ആണെങ്കിൽ. എൻ ഓഡ് ആണെങ്കിൽ പീരീഡ് 2π തന്നെയായിരിക്കും. എൻ ഓഡ് ആണെങ്കിൽ പീരീഡ് 2π തന്നെയായിരിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ സൈൻ ക്യൂബ്, സൈൻ റേസ് ടു 5, അതിൻ്റെ എല്ലാം പീരീഡ് 2π തന്നെയായിരിക്കും. പക്ഷെ സൈൻ സ്ക്വയർ ഒക്കെ വന്നു കഴിഞ്ഞാൽ പീരീഡ് പൈ ആയിരിക്കും. പിന്നെ വേറൊരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ പീരീഡ് ടി ആണെന്നിരിക്കട്ടെ. നിങ്ങൾ ഈ എഫ് ഓഫ് എക്സിനെ ഒരു സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, എ എക്സ് പ്ലസ് ബി എന്നൊക്കെ എഴുതി, ഒരു കുഴപ്പമില്ല. പീരീഡിന് അത് ചെറിയൊരു വ്യത്യാസം വരും. ടി ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് എന്ന് എഴുതണം. അതെന്താ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, ഇപ്പോൾ സൈൻ എക്സിൻ്റെ പീരീഡ് നിങ്ങൾക്ക് 2π ആണെന്ന് അറിയാം. ഇപ്പോൾ 5 ഇൻറ്റു സൈൻ 3x മൈനസ് 2, ഇതിൻ്റെ പീരീഡ് ചോദിച്ചാൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, പ്രശ്നമില്ല. -2 ചെയ്തു, പ്രശ്നമില്ല. പക്ഷേ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇല്ലേ, അത് പൈ എന്ന് പറഞ്ഞ് എഴുതണം. 2π/3 എന്ന് പറഞ്ഞ് എഴുതണം. ഓക്കെ, എഫ് ഓഫ് എക്സിൻ്റെ പീരീഡ് ടി ആണെങ്കിൽ സി ഇൻറ്റു എഫ് ഓഫ് എ എക്സ് പ്ലസ് ബിയുടെ പീരീഡ് ടി ബൈ മോഡ് എ. ഇപ്പം നിങ്ങൾ എക്സിനെ മൾട്ടിപ്ലൈ ചെയ്തേക്കണം -2 കൊണ്ടാണെങ്കിൽ -2 കൊണ്ട് ഡിവൈഡ് ചെയ്യരുത് കേട്ടോ. മോഡ് ഓഫ് -2 കൊണ്ട്, പോസിറ്റീവ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാവൂ. ഒന്ന്. വേറൊരു ടൈപ്പ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ പീരീഡ് ടി ആന്നിരിക്കട്ടെ. പീരീഡ് ഓഫ് എഫ് ഓഫ് എക്സ് ടി ആണ്. പീരീഡ് ഓഫ് ജി ഓഫ് എക്സും ടി ആന്നിരിക്കട്ടെ. എഫ് ഓഫ് എക്സിൻ്റെ പീരീഡും ടി ആ, ജി ഓഫ് എക്സിൻ്റെ പീരീഡും ടി ആ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സിൻ്റെ പീരീഡ് ടി തന്നെയാണെന്ന് ഒരുറപ്പുമില്ല കേട്ടോ. ഇറ്റ്സ് നോട്ട് ഷുവർ.
പിന്നെ എന്ത് ചെയ്യും? നിങ്ങൾ ഇതിൻ്റെ രണ്ടിൻ്റെ പീരീഡ് എഴുതാൻ പറ്റും നിങ്ങൾക്ക്. ഇതിനേക്കാൾ ചെറിയൊരു പോസിറ്റീവ് നമ്പർ കിട്ടില്ല. പീരീഡ് നമുക്ക് ടി ആണെന്ന് അംഗീകരിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടാവും കേട്ടോ. ഒരിക്കലും പറ്റില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഒരിക്കലും പറ്റില്ല എന്നല്ല. ഇപ്പൊ അവിടെ അതിനേക്കാൾ ചെറിയൊരു റിയൽ നമ്പർ ഉണ്ട്, ടിയേക്കാൾ ചെറിയൊരു റിയൽ നമ്പർ ഉണ്ട്. അതായത് ഇപ്പോൾ എഫ് ഓഫ് കെ പ്ലസ് എക്സ് ചെയ്യുമ്പോൾ ജി ഓഫ് എക്സ് കിട്ടുന്നു, ജി ഓഫ് കെ പ്ലസ് എക്സ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സും കിട്ടുന്നു. എഫ് ഓഫ് കെ പ്ലസ് എക്സ് ചെയ്യുമ്പോൾ ജി ഓഫ് എക്സ്, ജി ഓഫ് കെ പ്ലസ് എക്സ് ചെയ്യുമ്പോൾ എഫ് ഓഫ് എക്സ്. ഈ കെ എന്ന് പറയുന്ന സാധനം ടിയേക്കാൾ ചെറുതാണെങ്കിൽ ആ കെ എടുക്കേണ്ടത്, കാരണം ലീസ്റ്റ് എടുക്കേണ്ടത് പീരീഡായിട്ട്. ഞാൻ പറഞ്ഞല്ലോ സൈൻ എക്സ് 2π പ്ലസ് എക്സ് എടുത്താലും 4π പ്ലസ് എക്സ് എടുത്താലും 6π പ്ലസ് എക്സ് എടുത്താലും എല്ലാം ഒരേ ആൻസറാണ് കിട്ടുന്നത്. പക്ഷെ ഏറ്റവും ചെറുത് 2π, അതുകൊണ്ട് ഏറ്റവും ലീസ്റ്റ് ആയിരിക്കും നമുക്ക് എടുക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പീരീഡ് പറയുമ്പോൾ LCM കാണുന്ന പരിപാടിയൊക്കെ ഉണ്ട്. LCM ഓഫ് പീരീഡ് ഓഫ് ദിസ് ഫംഗ്ഷൻ ആൻഡ് ദിസ് ഫംഗ്ഷൻ. ഇപ്പം ന്യൂമറേറ്ററിൻ്റെ LCM, ഡിനോമിനേറ്ററിൻ്റെ HCF, അങ്ങനെയൊക്കെ ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എഫ് ഓഫ് എക്സിൻ്റെ പീരീഡ് ടി ആണെങ്കിൽ റൂട്ട് എഫ് ഓഫ് എക്സ് 1/f ഓഫ് എക്സ്, അതിനൊന്നും കുഴപ്പമില്ല, പീരീഡ് ടി തന്നെയായിരിക്കും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, അതൊക്കെ ഒന്ന് ഓർത്തിരിക്കൂ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്ന് നോക്കിയേ നിങ്ങൾ. ഈ ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കൂ, മോഡ് സൈൻ എക്സിൻ്റെ പീരീഡ് പൈ ആണ്, മോഡ് കോസ് എക്സിൻ്റെയും പീരീഡ് പൈ ആണ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ LCM ആണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെയാണ് റിസൾട്ട്. അപ്പോൾ LCM ഓഫ് പൈ കോമ പൈ എന്ന് പറഞ്ഞാൽ ആൻസർ പൈ എന്ന് എഴുതാം. ഇതിനകത്ത് പൈ ഉണ്ട് താനും. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചെക്ക് ചെയ്തില്ല, ഇതിനേക്കാൾ ചെറിയ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. ഈ 2π വിട്ട് കളയാം, π/4 ഉണ്ട്, π/2 ഉണ്ട്. π/4 ഒരിക്കലും വരില്ല. അതേസമയം ഞാൻ നേരത്തെ പറഞ്ഞ റിസൾട്ട് നിങ്ങൾ നോക്കിയേ, ഇതിനെ ഞാൻ ഒരു f1x എന്നും ഇതിനെ ഞാനൊരു f2x എന്നും വിളിച്ചാൽ f1 ഓഫ് ഈ പൈയേക്കാൾ ചെറിയൊരു നമ്പർ അല്ലേ π/2, f1 ഓഫ് π/2, അല്ലെങ്കിൽ മൊത്തത്തിൽ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ, ടോട്ടലായിട്ട് എഴുതിയാലും ഒരു പ്രശ്നവും സംഭവിക്കില്ല. ഞാൻ കാണിച്ചു തരാം. എഫ് ഓഫ് π/2 പ്ലസ് എക്സ് നിങ്ങൾ ചെയ്ത് നോക്കൂ. മോഡ് ഓഫ് സൈൻ π/2 പ്ലസ് എക്സ് പ്ലസ് മോഡ് ഓഫ് കോസ് π/2 പ്ലസ് എക്സ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, സൈൻ π/2 പ്ലസ് എക്സ് കോസ് എക്സ് വരും, കോസ് π/2 പ്ലസ് എക്സ് മൈനസ് സൈൻ എക്സ് വരും. പക്ഷെ മോഡലസ് ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ നോക്കിയേ, വീണ്ടും അതേ എഫ് ഓഫ് എക്സ് തന്നെ റിപ്പീറ്റ് ചെയ്തു. എഫ് ഓഫ് π/2 പ്ലസ് എക്സ് ഈക്വൽ ടു സെയിം എഫ് ഓഫ് എക്സ് തന്നെ റിപ്പീറ്റ് ചെയ്തു. ഓക്കെ, എഫ് ഓഫ് π/2 പ്ലസ് എക്സ് ഈക്വൽ ടു മോഡ് കോസ് പ്ലസ് മോഡ് സൈൻ, സെയിം എഫ് ഓഫ് എക്സ് തന്നെ റിപ്പീറ്റ് ചെയ്തു. ക്ലിയർ? അപ്പം പൈയേക്കാൾ ചെറിയൊരു പീരീഡ് അവിടെ ഉണ്ട്, ദാറ്റ് ഈസ് π/2. ഇനിയിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കണ്ടീഷൻ വെച്ച് ചെയ്താലും കുഴപ്പമില്ല. സൈൻ π/2 പ്ലസ് എക്സ് കോസ് എക്സ് കിട്ടും, കോസ് π/2 പ്ലസ് എക്സ് സൈൻ എക്സ് കിട്ടും. അപ്പോൾ അതെടുക്കേണ്ട വരും. പക്ഷെ പിന്നെ അതിനേക്കാൾ ചെറുതുള്ളത് π/4 ആണ്. π/4 കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം. ഇതുപോലെ തന്നെ സ്ക്വയർ വരുന്ന ക്വസ്റ്റ്യൻ, സ്ക്വയർ വരുന്നുണ്ട്, റേസ് ടു 4 വരുന്ന അങ്ങനെയുള്ള ക്വസ്റ്റ്യനിലൊക്കെ ഇഷ്യൂ സംഭവിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, സീക്ക് മൈനസ് കോസ് ഇൻറ്റു ടാനെ മൈനസ് കോട്ടെ. സീക്ക് ടാന് കോട്ടൊക്കെ ഉണ്ട്. ആൻസർ ഇങ്ങനെ തന്നിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആൻസറിനകത്ത് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്താം. ഒന്ന്, ഈ സീക്കിനെ 1/cos A എന്ന് മാറ്റുന്നു, മൈനസ് കോസ് അങ്ങനെ തന്നെ എഴുതുന്നു, ഇൻറ്റു ഇതിനകത്ത് ടാൻ കോട്ടിനെ സൈൻ ബൈ കോസിലേക്ക് ഞാൻ മാറ്റുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഓപ്ഷനിലൊക്കെ ടാനും കോട്ടും അങ്ങനെ കിടപ്പുണ്ട്. അപ്പം ഞാൻ ഈ ടാൻ അങ്ങനെ ഇട്ടതിന് ശേഷം കോട്ടിനെ 1/tan മാറ്റുന്നു. ഒരു നിർബന്ധവും ഇല്ല, നിങ്ങൾക്ക് ടാനിനെ 1/കോട്ടിലേക്ക് മാറ്റണമെങ്കിൽ അങ്ങനെയും മാറ്റാം. ട്രിഗണോമെട്രി ആണേ. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 - cos² വരും
1 മൈനസ് കോസ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ എ ആണ്, ബൈ കോസ് എ LCM ആണ്, ഇൻറ്റു ഇവിടെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ ടാൻ സ്ക്വയർ എ മൈനസ് 1 എന്ന് വരും, ടാൻ സ്ക്വയർ എ മൈനസ് 1 എന്ന് വരും, ബൈ ടാൻ എ എന്നും ഇടും. ഞാനത് മാറ്റുന്നില്ല, കാരണം ഓപ്ഷനിൽ അതേപോലെയുള്ള ടേമുകളൊക്കെ ഉണ്ട്. ഓക്കെ, ഇനി ഞാനൊരു കാര്യം ചെയ്യും. സൈൻ സ്ക്വയർ എ ബൈ കോസ് എ ഇൻറ്റു ടാൻ സ്ക്വയർ എ മൈനസ് 1. ഈ ഡിനോമിനേറ്ററിലെ ടാൻ എ സൈൻ എ ബൈ കോസ് എ എന്ന് കൊടുക്കുന്നു. കോസ് ക്യാൻസൽ ചെയ്യുന്നു. ഒരു സൈൻ ക്യാൻസൽ ചെയ്യും. അപ്പം ന്യൂമറേറ്ററിൽ ഒരു സൈൻ വരും. ഓക്കെ, സൈൻ വരും. രണ്ട് ഓപ്ഷൻ ഉണ്ട്, എയും ബിയും. ഏതെടുക്കും? ഓപ്ഷൻ ബി നമുക്ക് ചൂസ് ചെയ്യാം. റീസൺ, ഇവിടെ ടാൻ സ്ക്വയർ എ മൈനസ് 1 ആണ്, ഓപ്ഷനിൽ 1 മൈനസ് ടാൻ സ്ക്വയർ എ ആണ്. അപ്പം ഇതിനകത്തുനിന്നൊരു മൈനസ് പുറത്തേക്ക് എടുത്താൽ മതി. ഒരു സൈൻ എവിടെ ഉണ്ട്, ടാൻ സ്ക്വയർ എ മൈനസ് 1നെ 1 മൈനസ് ടാൻ സ്ക്വയർ എന്നാക്കി ഓപ്ഷൻ ബിയിലേക്ക് എത്തുന്നു. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആൽഫ പ്ലസ് ബീറ്റ തന്നിട്ടുണ്ട്. നമുക്കൊരു ജസ്റ്റ് ഒരു ട്രയാങ്കിൾ വരച്ച് മാറ്റിയ പോലെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്നു. ഈ ആംഗിളിനെ ഞാൻ ആൽഫ പ്ലസ് ബീറ്റ എന്ന് വിളിക്കുന്നു. സീക്ക് എന്ന് പറഞ്ഞ ഫോർമുല എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ്. സീക്ക് എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ്. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ ഇത് 2 കിട്ടും. റൂട്ട് ഓഫ് 7 മൈനസ് 3 2 എന്ന് വരും. അപ്പോൾ സൈൻ ആൽഫ പ്ലസ് ബീറ്റ 2 ബൈ റൂട്ട് 3 അല്ലല്ലോ. സൈൻ എന്ന് പറഞ്ഞാൽ 2 ബൈ റൂട്ട് 7 പ്ലസ് ടാൻ എന്ന് പറഞ്ഞാൽ 2 ബൈ റൂട്ട് 3. ദാറ്റ് ഈസ്, ഇത് നമുക്ക് LCM ആയിട്ട് എടുത്താൽ റൂട്ട് 21 LCM ആയിട്ട് എടുക്കാം. റൂട്ട് 3 പ്ലസ് റൂട്ട് 7 വരും. ഈ 2 കോമൺ ആയിട്ട് ഇട്ടേക്കാം. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ റൂട്ട് 3 പ്ലസ് റൂട്ട് 7, ഡിനോമിനേറ്റർ റൂട്ട് 21. ഏത് ഓപ്ഷൻ വരും? ഓപ്ഷൻ സി വരും. വെരി സിമ്പിൾ. 2 ഇൻറ്റു റൂട്ട് 3 പ്ലസ് റൂട്ട് 7 ബൈ റൂട്ട് 21. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. കോസ് 18 കോസ് 42 കോസ് 78. ഇത് ഒന്നുകിൽ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡ് ചെയ്ത് കോസ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് എക്സ് മൈനസ് വൈ ഈക്വൽ ടു 2 കോസ് എക്സ് കോസ് വൈ ഒക്കെ അപ്ലൈ ചെയ്ത് ചെയ്യാം. പക്ഷേ എൻട്രൻസിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള 1-2 റിസൾട്ടുകൾ അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. റിസൾട്ട് നമ്പർ 1, സൈൻ എക്സ് സൈൻ 60 മൈനസ് എക്സ് സൈൻ 60 പ്ലസ് എക്സ് equal to 1/4 sin 3x. Second one, cos x cos 60 minus x cos 60 plus x equal to 1/4 cos 3x. Third one, ടാൻ എക്സ്. ഞാനിതെല്ലാം എഴുതി തരുന്നത് പഠിക്കാൻ ഒരേ പാറ്റേണിലായതുകൊണ്ടാണ് കേട്ടോ. ടാൻ 60 മൈനസ് എക്സ് ടാൻ 60 പ്ലസ് എക്സ്. ഇത്രയും ചെയ്യുമ്പോൾ ഡിവൈഡ് ചെയ്യും. അപ്പോഴാണ് സൈൻ ബൈ കോസ് ടാൻ വരുന്നത്. അപ്പോൾ ഈ 1/4 കട്ട് ചെയ്ത് പോയിട്ട് അവിടെ മാത്രം ടാൻ 3x വരും. ബാക്കി എല്ലാത്തിലും 1/4 ഉണ്ടായിരിക്കും. ആ റിസൾട്ട് നിങ്ങളിവിടെ നിന്ന് അപ്ലൈ ചെയ്തേ. ഇത് എക്സ് 18, ഇത് 60 മൈനസ് എക്സ് അല്ലേ, 60 മൈനസ് 18 അല്ലേ, അതെ. ഇത് 60 പ്ലസ് എക്സ് അല്ലേ, 60 പ്ലസ് 18 അല്ലേ, അതേലോ. അപ്പോൾ ഈ സെക്കൻഡ് ഫോർമുല അപ്ലൈ ചെയ്യാൻ പാടില്ലേ? യെസ്. 1/4 ഇൻറ്റു കോസ് 3 ഇൻറ്റു 18. ഇവിടെ എക്സ് എന്ന് പറയുന്നത് 18. അപ്പോൾ 1/4
cos 54. cos 54. ഓക്കെ, 1/4 cos 54. അങ്ങനെ ഒരു ആൻസർ ഇല്ല, ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ മതി. ഈ cos 54നെ cos 90 മൈനസ് 36 എന്ന് എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് sin 36 കിട്ടും. 54നെ മാറ്റുന്നു, 54നെ 90 മൈനസ് 36 എന്ന് മാറ്റുമ്പോൾ sin 36 എന്ന് കിട്ടുന്നു. സോ 1/4 sin 36 ഓപ്ഷൻ ഡി കിട്ടും. 1/4 sin 36 ഓപ്ഷൻ ഡി കിട്ടും. ഓക്കെ, ഈ റിസൾട്ടുകളൊന്ന് നോട്ട് ചെയ്യണേ. സിമ്പിൾ റിസൾട്ട് അല്ലേ, കണക്ട് ചെയ്ത് പഠിക്കാം. അതുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. ഇന്ന് പക്ഷേ NCERT-യിൽ ഇല്ലാത്തതല്ലേ. ഇതേ പീരീഡിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞുള്ളൂ. f(x)ന്റെ പീരീഡ് t ആണെങ്കിൽ a ഇൻറ്റു എഫ് ഓഫ്, അല്ലെങ്കിൽ c ഇൻറ്റു, എങ്ങനെയായാലും കുഴപ്പമില്ല, c ഇൻറ്റു എഫ് ഓഫ് ax പ്ലസ് b. ഈ ഫംഗ്ഷൻ്റെ പീരീഡ് t ഡിവൈഡഡ് ബൈ മോഡ് a എന്നായിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, സൈൻ എക്സിൻ്റെ പീരീഡ് എന്താണ്? അത് 2π ആണ്. സൈൻ എക്സിൻ്റെ പീരീഡ് 2π. അതൊന്ന് ബൈഹാർട്ട് ഓർക്കണം കേട്ടോ. എങ്കിൽ സൈൻ 3/2 എക്സിൻ്റെ പീരീഡ് എന്ത് വരും? അതിൻ്റെ പീരീഡ് വന്നിട്ട് ഈ 2π ഡിവൈഡഡ് ബൈ ഈ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എഴുതും. ദാറ്റ് ഈസ് 3/2. പോസിറ്റീവ് ആണ്, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഡിവൈഡഡ് ബൈ എന്ന് എഴുതണം. ടി ഡിവൈഡഡ് ബൈ കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് ഇവിടെ 3/2 ആണ്. സോ ആൻസർ 4π/3 ഓപ്ഷൻ എ കിട്ടും. ആൻസർ ഈസ് 4π/3 ഓപ്ഷൻ എ കിട്ടും. ഓക്കെ, പീരീഡിൻ്റെ കൺസെപ്റ്റ് ഓർത്തിരിക്കുക. വേറെ ഏത് കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്തോ ഇതൊന്നും എനിക്ക് പ്രശ്നമല്ല. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണോ അത് ഡിവൈഡഡ് ബൈ എന്ന് എഴുതേണ്ടി വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് കംപ്ലീറ്റ് ഇല്ല. സബ്സ്റ്റൻസ് ആണെങ്കിൽ 80 ഡിഗ്രി അറ്റ് ദ സെൻറ്റർ, ദെൻ ദ ആംഗിൾ സബ്സ്റ്റൻസ് ആർക്ക് ഓഫ് സെയിം ലെങ്ത് L ഓഫ് C2 ഇസ്. ആ ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആട്ടോ, കംപ്ലീറ്റ് ഇല്ല. അത് നമ്മുടെ ഇതിനകത്ത് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഏതാ? റേഡിയൻ മെഷർ, ഡിഗ്രി മെഷറിൻ്റെ ആ ടോപ്പിക്കിൽ വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ഏത്? റേഡിയസും രണ്ട് സർക്കിളിൻ്റെ റേഡിയസ് ആർക്ക് ലെങ്ത് L = r(θ) എന്നുള്ള ഫോർമുല അപ്ലൈ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു. L = r(θ) ആ ഫോർമുല അപ്ലൈ ചെയ്ത് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1/tan A minus tan B. ഇതിനും നിങ്ങൾക്കൊരു ഷോർട്ട് കട്ട് റിസൾട്ട് പഠിച്ചാൽ പെട്ടെന്ന് ചെയ്യാം. റിസൾട്ട് ഇതാണ്. tan A മൈനസ് tan B എന്ന് പറയുന്നത് sin A മൈനസ് B ബൈ cos A cos B. അതുപോലെ തന്നെ tan A പ്ലസ് tan B എന്ന് പറയുന്നത് sin A പ്ലസ് B ബൈ cos A cos B. ഓക്കെ, ഇത് വലിയ പ്രശ്നമുള്ള റിസൾട്ട് ഒന്നും അല്ല. ഈ ടാനിനെ നിങ്ങൾ സൈൻ ബൈ കോസ് എന്നാക്കും. സൈൻ എ ബൈ കോസ് എ പ്ലസ് ടാനിനെ ഇതിനെ സൈൻ എ ബൈ കോസ് എ എന്ന് മാറ്റും. സൈൻ ബി ബൈ കോസ് ബി എന്ന് മാറ്റും. എന്നിട്ട് ഈ കോസ് എ കോസ് ബി LC ആയിട്ട് എടുക്കും. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ, അത്രേ ഉള്ളൂ. സൈൻ എ കോസ് ബി പ്ലസ് കോസ് എ സൈൻ ബി, അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ ഒന്നുകിൽ റിസൾട്ട് അറിയാമെങ്കിൽ പെട്ടെന്ന് ചെയ്യാം, അതല്ലെങ്കിൽ ഈ രീതി ചെയ്യേണ്ടി വരും. ഇപ്പം ഇവിടെ നോക്കിയേ, ഇവിടെ 1/, എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒന്ന് റെസിപ്രോക്കൽ എടുത്താൽ പോരെ. 1/sin A minus B by cos A cos B. 1/sin A minus B by cos A cos B. റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ cos A cos B by sin A minus B എന്ന് വരും. ഓപ്ഷൻ ഇ ലാസ്റ്റ് ഓപ്ഷൻ വരും. ഒന്നുകിൽ റിസൾട്ട് ഓർത്തിരിക്കുക, അതല്ലെങ്കിൽ ഇങ്ങനെ സൈൻ ബൈ കോസിലേക്ക് മാറ്റിയിട്ട് ചെയ്യുക. കോട്ട് വന്നാലും ഈ പണി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, sec θ പ്ലസ് tan θ 2 + √3. ഇവിടെയും ഒരു ഷോർട്ട് കട്ട് റിസൾട്ട് അറിഞ്ഞാൽ നന്നായിരിക്കും. റിസൾട്ട് ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. sec θ പ്ലസ് tan θ എന്ന് പറയുന്നതും 1/sec
തീറ്റ മൈനസ് ടാൻ തീറ്റ എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും കൊസീക് തീറ്റ പ്ലസ് കോട്ട് തീറ്റ എന്ന് പറയുന്നതും 1 കൊസീക് തീറ്റ മൈനസ് കോട്ട് തീറ്റ എന്ന് പറയുന്നതും സിമിലർ ആയിരിക്കും. ഇതെങ്ങനെ വന്നു? ഒന്നുമില്ല, ഇതിന്റെ കോഞ്ചുഗേറ്റ്, അതുകൊണ്ട് ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുന്നതാ. ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുമ്പോൾ സീക്ക് മൈനസ് ടാൻ ബൈ സീക്ക് മൈനസ് ടാൻ. അപ്പൊ എന്ത് സംഭവിക്കും? ഇത് ന്യൂമറേറ്റർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി വരും. അപ്പൊ സീക്ക് സ്ക്വയർ മൈനസ് ടാൻ സ്ക്വയർ വരും, അത് 1 കിട്ടും. ഇവിടെ അത് തന്നെ സംഭവിക്കും, അത്രേ ഉള്ളൂ പരിപാടി. പക്ഷെ ഇതൊന്ന് റിസൾട്ടായിട്ട് ഓർത്തിരുന്നാൽ നന്ന കാര്യം. അപ്പോൾ ഓക്കെ, നിങ്ങളുടെ ക്വസ്റ്റ്യനിലേക്ക് വരൂ. നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ സീക്ക് മൈനസ് ടാൻ കാണണം, അത്രയല്ലേ ഉള്ളൂ. നോക്ക്, സീക്ക് പ്ലസ് ടാൻ എന്ന് പറയുന്നത് 2/√3 ആണ്. സീക്ക് പ്ലസ് ടാൻ എന്തിന് ഈക്വലാ? സീക്ക് പ്ലസ് ടാൻ എന്ന് പറഞ്ഞാൽ 1 സീക്ക് മൈനസ് ടാനിന് ഈക്വൽ ആണ്. ക്ലിയർ? സീക്ക് പ്ലസ് ടാനും 1 സീക്ക് മൈനസ് ടാനും ഒന്ന് തന്നെയാണ്. ഇനി രണ്ട് സൈഡ് റെസിപ്രോക്കൽ എടുത്താൽ സീക്ക് തീറ്റ മൈനസ് ടാൻ തീറ്റ എന്ന് പറയുന്നത് 1/2 +√3 എന്ന് കിട്ടി. റെസിപ്രോക്കൽ എടുത്തു, ഇവിടെ ബൈ 1 എന്ന് വിളിക്കാം കേട്ടോ. ഓപ്ഷൻ നോക്കൂ, സീക്ക് തീറ്റ മൈനസ് ടാൻ തീറ്റ ആവശ്യം 1/2 +√3. നിർഭാഗ്യവശാൽ അങ്ങനെ ഓപ്ഷൻ ഒന്നുമില്ല. ഒരു കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യൂ, അതായത് 2 - √3 2 - √3. സോ 2 - √3 ബൈ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. 2 - √3 എന്ന ആൻസർ കിട്ടും. ഓപ്ഷൻ എ. ഓപ്ഷൻ എ. ഓക്കെ, സീക്ക് പ്ലസ് ടാൻ ഈക്വൽ ടു 1 സീക്ക് മൈനസ് ടാൻ. ആ ഫോർമുല അപ്ലൈ ചെയ്തു. അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തങ്ങ് ചെയ്താൽ മതി. ഇവിടെ തന്നെ സീക്ക് മൈനസ് ടാൻ ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തങ്ങ് ചെയ്താൽ മതി, ഒരു കുഴപ്പമില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വന്നാൽ a/b കണ്ടുപിടിക്കണം, ഒരു നമ്പർ കിട്ടണം. a/b സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു നമ്പർ കിട്ടണം. നമുക്ക് നോക്കാം. a/b ഈക്വൽ ടു a എന്ന് പറയുന്നത് ഏതാണ്? a എന്ന് പറയുന്നത് 1 + ടാൻ തീറ്റ പ്ലസ് സീക്ക് തീറ്റ. ഞാൻ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തുവാണ്. ആ 1 + ടാൻ ഒരു ബ്രാക്കറ്റിലേക്ക് ഇട്ടു, ബൈ 2 സീക്ക് തീറ്റ. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻറ്റു ബൈ ബി എന്നുള്ളത് റെസിപ്രോക്കൽ എടുക്കുക കേട്ടോ. a/b എന്നുള്ളത് അതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 + ടാൻ തീറ്റ മൈനസ് സീക്ക് തീറ്റ എന്ന് കൊടുക്കുന്നു, ബൈ സൈൻ തീറ്റ. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ കാര്യം മനസ്സിലായി കാണും. ഈ ന്യൂമറേറ്റർ എനിക്ക് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം കിട്ടി. ഇത് ബി, ഇത് ബി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഫോം കിട്ടി. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? എ സ്ക്വയർ. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 + 2 ടാൻ തീറ്റ പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ മൈനസ് ബി സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 2 സീക്ക് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ. അതിനകത്ത് കുറച്ച് വലിയ ടേമൊക്കെ കാണുമ്പോൾ കുറച്ച് പേടിയൊക്കെ തോന്നാം. പേടിക്കൊന്നും വേണ്ട, നമ്മൾ സ്റ്റെപ്പ് എഴുതി ചെയ്ത് നോക്കൂ, എന്തെങ്കിലും ഒരു ഐഡിയ ഒക്കെ മനസ്സിലേക്ക് വരും. ഫോർമുലാസ് ശരിക്കും കയ്യിലുണ്ടാവും. മെയിനായിട്ട് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് പഠിക്കുക, ദെൻ പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്യുക. അപ്പം ഇങ്ങനെ a/b എഴുതി കഴിഞ്ഞപ്പോൾ അതിനകത്ത് ആ ടേമുകൾ ഉണ്ട്, എന്തോ കണക്ഷൻ ഉണ്ട് ഈ ടേമുകൾ തമ്മിൽ. അപ്പോൾ ആ കണക്ഷൻ നമ്മൾ പെട്ടെന്ന് ക്ലിക്കായി. ഒരു മൈനസിന്റെ വ്യത്യാസമാണ്. സീക്ക് സ്ക്വയർ മൈനസ് ടാൻ സ്ക്വയർ എന്ത് കിട്ടും? സീക്ക് സ്ക്വയർ മൈനസ് ടാൻ സ്ക്വയർ 1 ആണ്. ടാൻ സ്ക്വയർ മൈനസ് സീക്ക് സ്ക്വയർ എടുക്കുമ്പോൾ -1 കിട്ടും. അപ്പോൾ 1 + 2 ടാൻ തീറ്റ -1 വരും കേട്ടോ, ഒരു മൈനസ് പുറത്തേക്ക് എടുത്തു. ബൈ ഇതിനെ നമുക്ക് 2 ടാൻ തീറ്റ എന്ന് എഴുതാം. എങ്ങനെ എഴുതി? സീക്കിനെ 1 കോസ് ആക്കി. അപ്പോൾ എനിക്ക് എന്തായാലും ഓപ്ഷൻ നോക്കുമ്പോൾ ഒരു നമ്പറിലേക്ക് എത്തണമെന്നേ. ഇതെങ്ങനെയാണ് ക്യാൻസൽ ചെയ്ത് കളയണമല്ലോ, അതിനുള്ള പത്രപ്പാടിലാണ്. സീക്കിനെ 1 കോസ് ആക്കി, ഇപ്പോൾ സൈൻ കോസ് ടാൻ വരും. ഈ 1 ഇവിടെ പോയി, 2 ടാൻ ബൈ 2 ടാൻ കട്ട് ചെയ്ത് പോയി. ഓപ്ഷൻ എ 1 എന്ന് കിട്ടി. അനദർ ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ.
അടുത്ത ക്വസ്റ്റ്യൻ 1/1 - tan x then x ഈക്വൽ ടു, നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്തൊരു ഇതിലേക്ക് എത്താം. രണ്ട് സൈഡും ആദ്യം തന്നെ റെസിപ്രോക്കൽ എടുക്കാം. അപ്പോൾ 1 - tan x എന്ന് പറയുന്നത് 2/3 + √3. ഈ സ്റ്റെപ്പ് ചെയ്യും. ഇത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നിങ്ങളുടെ മനസ്സിലേക്ക് വരും. എന്താണ്? കോഞ്ചുഗേറ്റ് കൊണ്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ. കോഞ്ചുഗേറ്റ് എന്ന് പറയുമ്പോൾ 3 - √3 which is equal to 2 × 3 - √3 by a plus b into a minus b, that is 9 - 3 എന്ന് വരും. a square minus b square. 9 - 3 6 കിട്ടും. 6ഉം 2ഉം കട്ട് ചെയ്ത് പോയിട്ട് 3 - √3 by 3 വരും. ശരിയാണോ? a plus b into a minus b, that is a square minus b square. 3യുടെ സ്ക്വയർ 9 വരും. √3യുടെ സ്ക്വയർ 3 വരും. 9 - 3 6 കിട്ടും കേട്ടോ. 6ഉം 2ഉം കട്ട് ചെയ്ത് പോയി താഴെ 3 വരും. ഒന്നോടെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 1 - 1/√3 എന്ന് കിട്ടും. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്തതാ 3/3 കട്ടായി പോവും. √3/3 1/√3 വരും. നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് 1 - tan x ഈക്വൽ ടു 1 - 1/√3. 1 കട്ട് ചെയ്യുന്നു. tan x എന്ന് പറയുന്നത് 1/√3. ടാനിന് എപ്പോഴാണ് 1/√3 വരുന്നത്? tan 30 അഥവാ π/6. ഓപ്ഷൻ സി ഈസ് കറക്റ്റ്. tan 30 ആണ് 1/√3. ഇതിനകത്ത് tan എക്സിലേക്ക് എത്തുന്നു. ആദ്യം റെസിപ്രോക്കൽ എടുത്തു രണ്ട് സൈഡും. ഇങ്ങനെ കെട്ടി കഴിയുമ്പോൾ മനസ്സിലാവും കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, സിംപ്ലിഫൈ ചെയ്യുന്നു, പെട്ടെന്ന് ആൻസറിലേക്ക് എത്തുന്നു. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. sin α - π/12 ഈക്വൽ ടു 1/2 then alpha is equal to, sin α - π/12 is 1/2 then alpha is equal to. ഓക്കെ, ഇതൊന്നെങ്കിൽ ട്രിഗണോമെട്രിക് ഇക്വേഷൻ വെച്ച് ചെയ്യണം. അതൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് അങ്ങ് എഴുതിയാലും തെറ്റൊന്നുമില്ല. സൈനിന് എപ്പോഴാണ് 1/2 എന്ന് കിട്ടുന്നത്? അപ്പോൾ നിങ്ങൾ പറയും sin 30 ആണ് 1/2. അതായത് ആൽഫ മൈനസ് π/12 ഈക്വൽ ടു 30 ഡിഗ്രി അഥവാ π/6. ശരിയല്ലേ? സൈനിന് എപ്പോഴാണ് 1/2 എന്ന് കിട്ടുന്നത്? ഓക്കെ, ദാറ്റ് ഈസ് ആൽഫ മൈനസ് π/12 എന്ന് പറഞ്ഞാൽ 15 ഡിഗ്രി ആട്ടോ. ഈക്വൽ ടു 30 ഡിഗ്രി. ഇങ്ങനെയൊക്കെ എഴുതിയാൽ പെട്ടെന്ന് എഴുതാൻ പറ്റും. ആൽഫ ഈക്വൽ ടു 45 ഡിഗ്രി. അങ്ങനെ π/4 എന്ന ആൻസർ വളരെ പെട്ടെന്ന് കിട്ടും. ശരിക്കും sin x ഈക്വൽ ടു sin y എന്ന് എഴുതി x ഈക്വൽ ടു nπ + -1/n × y എന്ന് പറഞ്ഞ് ട്രിഗണോമെട്രിക് ഇക്വേഷൻ്റെ കൺസെപ്റ്റ് ഒക്കെ അപ്ലൈ ചെയ്യണം. അതൊന്നും നിങ്ങളുടെ സിലബസിൽ ഇല്ലാത്തതുകൊണ്ട് അതിലേക്കൊന്നും പോകണ്ട, ഡയറക്റ്റ് ചെയ്തോളൂ. ഞാൻ ചെയ്ത ഐഡിയ എത്രയേ ഉള്ളൂ, സൈനിന് 30 കൊടുക്കുമ്പോഴാണ് 1/2. അപ്പോൾ അതുകൊണ്ട് ഈ ബ്രാക്കറ്റിലുള്ളതിനെ 30 എന്ന് കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ ഇതിനകത്തുനിന്ന് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാട്ടോ. ആൽഫ ഈക്വൽ ടു π/6 + π/12 എന്ന് എടുത്തിട്ട് 12 LCM ആയിട്ട് എടുത്താൽ മതി. അപ്പോൾ 2π + π വരും. 3π/12 വരും. ദാറ്റ് ഈസ് π/4. എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും ചെയ്തോളൂ. അടുത്ത ക്വസ്റ്റ്യൻ. അത് tan x - cot x + cosec sec. കുറേ ടേമുകളുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് എല്ലാത്തിനും സൈൻ കോസിലേക്ക് മാറ്റാം. നോക്കൂ, sin x / cos x minus cos x / sin x plus 1/sin x into cos x. എല്ലാം സൈൻ കോസിലേക്ക് മാറ്റി. ദാറ്റ് ഇംപ്ലൈസ് കംപ്ലീറ്റ് ഞാൻ sin x cos x LCM ആയിട്ട് എടുത്തു. sin x cos x LCM ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ sin സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് 1 എന്ന് എഴുതി. കംപ്ലീറ്റ് sin x cos x LCM ആയിട്ട് എടുത്തു. ഇനി വീണ്ടും അടുത്ത സ്റ്റെപ്പിൽ ആൻസർ ആയി കഴിഞ്ഞു അല്ലേ? ഇത് ഇത്രയും ടൈം എടുത്തേ. 1 - cos സ്ക്വയർ 1 - cos സ്ക്വയർ സൈൻ സ്ക്വയർ കിട്ടില്ലേ? നോക്കൂ, ഇത്രയും ടൈം. -cos സ്ക്വയർ + 1 എന്ന് പറയുന്നത് 1 - cos സ്ക്വയർ എന്ന് പറയുന്നത് ഒന്ന് തന്നെ. 1 - cos സ്ക്വയർ സൈൻ സ്ക്വയർ. സൈൻ സ്ക്വയർ + സൈൻ സ്ക്വയർ ഇറ്റ് ഈസ് 2 sin സ്ക്വയർ x by 2 sin x cos x.
ഓക്കെ, 2 sin square x by 2 sin x cos x. 2 sin, ഒരു സൈൻ കട്ട്, അപ്പോൾ സൈൻ ബൈ കോസ് കിട്ടും. ടാൻ എക്സ്, ഓ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലല്ലോ, അപ്പോൾ എനിക്ക് എവിടെയോ തെറ്റിയില്ലോ അല്ലേ? ആ താഴെ 2 ഇല്ലല്ലോ അല്ലേ? താഴെ ആരാ 2 എഴുതാൻ പറഞ്ഞേ? താഴെ 2 ഇല്ല. സൈൻ എക്സ് ഡിനോമിനേറ്റർ 2 ഇല്ല, ഇതൊന്നും കട്ട് ചെയ്ത് പോയി. അപ്പോൾ സൈൻ ബൈ കോസ് ടാൻ വരും, ഒരു 2 കൂടെ കൂടെ വരും എന്നുള്ളൂ. ഓപ്ഷൻ എ, ഓപ്ഷൻ എ. അതിനകത്ത് ടാൻ എക്സ് ആൻസർ ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ അത് മാർക്ക് ചെയ്തേനെ, എനിക്ക് പറ്റിയ മിസ്റ്റേക്കാണ്. മനസ്സിലായില്ലേ? 1 മൈനസ് കോസ് സ്ക്വയർ സൈൻ സ്ക്വയർ വരും, ഒരു സൈൻ സ്ക്വയർ ഇവിടെ ഉണ്ട്, സൈൻ സ്ക്വയർ പ്ലസ് സൈൻ സ്ക്വയർ ദാറ്റ് ഈസ് 2 സൈൻ സ്ക്വയർ. അങ്ങനെ സൈൻ സ്ക്വയർ സൈൻ കട്ട് ചെയ്ത് പോകുന്നു, ആൻസറിലേക്ക് എത്തുന്നു. അടുത്തത് ഒരല്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. സൈൻ ടി പ്ലസ് കോസ് ടി ഈക്വൽ ടു √2 ദെൻ ടാൻ ടി പ്ലസ് കോട്ട് ടി ഇസ് ഈക്വൽ ടു. ഇതിന് സെക്കൻഡുകൾ കൊണ്ട് ചെയ്യാം, ഒന്നും അറിയാൻ പാടില്ലായിരിക്കും. അവൻ ചെയ്യുന്ന ടെക്നിക്ക് ഇതാണ്, അവൻ ടിക്ക് പകരം π/4 കൊടുക്കും, അപ്പോൾ അവൻ ആൻസർ കിട്ടും. കാരണം ഇത് 1/√2 പ്ലസ് 1/√2 വരും, അത് 2/√2 വരും. 2/√2 എന്ന് പറഞ്ഞാൽ √2 കിട്ടും. അപ്പോൾ ഇവിടെയും π/4 കൊടുക്കും, എവിടെയും π/4 കൊടുക്കും. അപ്പോൾ ടാൻ 1 പ്ലസ് കോട്ട് 1 ആൻസർ 2 കിട്ടും. ടാൻ 1 പ്ലസ് കോട്ട് 1 ആൻസർ 2 കിട്ടും. പിന്നെ അടുത്ത സംശയം വരും, ഞങ്ങൾ എങ്ങനെയാണ് സാർ അറിയണേ π/4 ആ കൊടുക്കേണ്ടത് എന്നുള്ളത്? ഈ √2 കാണുമ്പോൾ തന്നെ അറിയാം. അതായത് സൈൻ എക്സ് പ്ലസ് കോസ് എക്സിൻ്റെ മാക്സിമം വാല്യൂ ആണ് √2, മിനിമം വാല്യൂ -√2 ആണ്. നിങ്ങൾ JE ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്നറിയാം, അങ്ങനെയുള്ളവർ പെട്ടെന്ന് ചെയ്യും. ഇനിയിപ്പോൾ അതറിയില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഇതിനെ സ്ക്വയർ ചെയ്താലും മതി. സ്ക്വയർ ചെയ്യുക, സൈൻ ടി സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി പ്ലസ് 2 സൈൻ ടി കോസ് ടി ഈക്വൽ ടു 2 എന്ന് കിട്ടും. ലെഫ്റ്റ് സൈഡ് a+b ഹോൾ സ്ക്വയർ വെച്ച്, ഞാൻ പറഞ്ഞ മെത്തേഡാട്ടോ ഏറ്റവും എളുപ്പം, പെട്ടെന്ന് ആൻസർ കിട്ടും. ഇനിയിപ്പോൾ അതിനകത്ത് കൺഫ്യൂഷൻ ഉണ്ടായെങ്കിൽ രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യുക. ലെഫ്റ്റ് സൈഡ് a+b ഹോൾ സ്ക്വയർ, അപ്പോൾ a സ്ക്വയർ പ്ലസ് b സ്ക്വയർ പ്ലസ് 2ab. ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് 2 സൈൻ ടി ഇൻറ്റു കോസ് ടി ഈക്വൽ ടു 1 കിട്ടും. എങ്ങനെ കിട്ടും? സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 1 ആണ്, ഈ 1 അപ്പുറം ചെല്ലുമ്പോൾ 2 - 1 1 കിട്ടും. ഇനി ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ നിങ്ങൾ സൈൻ ബൈ കോസ് ആക്കിയേ, ടാൻ സൈൻ ടി ബൈ കോസ് ടി വരും, കോട്ടിനെ കോസ് ടി ബൈ സൈൻ ടി വരും. ഇത് LCM കണ്ടാൽ ഡിനോമിനേറ്റർ സൈൻ ടി ഇൻറ്റു കോസ് ടി വരും, സൈൻ ടി ഇൻറ്റു കോസ് ടി വരും ഡിനോമിനേറ്റർ. ന്യൂമറേറ്ററോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യൂ, സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 1 കിട്ടും, 1 കിട്ടും. നോക്കൂ, ഇവിടെ നോക്കൂ, സൈൻ ടി ഇൻറ്റു കോസ് ടി എന്ന് പറഞ്ഞാൽ 1/2 അല്ലേ? സോ 1/1/2 ആൻസർ ഈസ് 2. അങ്ങനെയും ചെയ്യാം. ഇത് സ്ക്വയർ ചെയ്യുന്നു, അത് സൈൻ ബൈ കോസ് ആക്കുന്നു, അങ്ങനെയും ചെയ്യും. പരസ്പരം ലിങ്ക് ചെയ്യും. ഏറ്റവും പെട്ടെന്ന് കിട്ടുന്ന എളുപ്പമുള്ള മാർഗവും ഇതാണ്. ആൻസർ 2. അടുത്ത് കൊസീക്ക് പ്ലസ് കോട്ട്, കൊസീക്ക് പ്ലസ് കോട്ട് x/2 വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ട്രിഗണോമെട്രിയുടെ ഫോർമുല അപ്ലൈ ചെയ്താൽ മതി. കൊസീക്കിന് പകരം 1/sin x എന്നും കോട്ടിന് പകരം cos x by sin x എന്നും കൊടുക്കുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു sin x LCM ആയിട്ട് എടുത്താൽ 1 + cos x എന്ന് കിട്ടുന്നു. ഫോർമുല അപ്ലൈ ചെയ്താൽ 1 + cos θ 2 cos square x/2 by 2 sin x/2 into cos x/2 2 square cos എല്ലാം കട്ട്, cos by sin cot x/2. ഓപ്ഷൻ C. അനദർ സിമ്പിൾ ക്വസ്റ്റ്യൻ. ക്ലിയർ? കൊസീക്കിനെ 1/sin എന്ന് എഴുതുന്നു, കോട്ടിനെ cos by sin എന്ന് എഴുതുന്നു. സൈൻ LCM ആയിട്ട് എടുത്താൽ 1 + cos. അപ്ലൈ ട്രിഗണോമെട്രി ഫോർമുല 1 + cos x is 2 cos square x/2. sin x-ന് 2 sin x/2 cos x/2, then ക്യാൻസൽ ചെയ്യുന്നു. ഡയറക്റ്റ് ഫോർമുല NCERT. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 7 cos square x plus 3 sin square x equal to 6. Then cos 2x കണ്ടുപിടിക്കണം. cos 2x കണ്ടുപിടിക്കണം. എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, നമുക്ക്
കോസ് 2x വരണമെങ്കിൽ കോസ് 2x ഒന്നുകിൽ ഇതിനെ സൈൻ സ്ക്വയർ അല്ലെങ്കിൽ കോസ് സ്ക്വയർ ഏതിലേക്ക് മാറ്റിയാലും കുഴപ്പമില്ല. ഞാനിതിനെ കോസ് സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യുവാണ്. എൻ്റെ ഇപ്പോഴത്തെ ഐഡിയ എത്രയേ ഉള്ളൂ, ഇതിനെ 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതി 6 സൈൻ സ്ക്വയറിനെ മാറ്റി. എൻ്റെ ഐഡിയ ഇതാണ്, കോസ് 2x 2 കോസ് സ്ക്വയർ എക്സ് മൈനസ് 1 എന്നൊരു ഫോമുലയുണ്ട്. അപ്പോൾ ഇതിനകത്തുനിന്ന് കോസ് സ്ക്വയർ എക്സ് കണ്ടുപിടിക്കുക, ഇവിടെ കൊടുക്കുക. അതാണ് എൻ്റെ ഉദ്ദേശം. ഇത് സിംപ്ലിഫൈ ചെയ്താൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്താൽ -3 കോസ് സ്ക്വയർ, 7ൽ നിന്ന് 3 കുറച്ചാൽ 4 കോസ് സ്ക്വയർ. ഈ 3 റൈറ്റിലേക്ക് പോയാൽ 6 മൈനസ് 3 3. അപ്പോൾ കോസ് സ്ക്വയർ എന്ത് കിട്ടും? 3/4. അതെടുത്ത് ഇവിടെ കൊടുക്കും. 2 ഇൻറ്റു 3/4 മൈനസ് 1, ദാറ്റ് ഈസ് 3/2 മൈനസ് 1, ദാറ്റ് ഈസ് 1/2. 1/2 ഓപ്ഷൻ എ 1/2. വെരി സിമ്പിൾ. ഇനിയിപ്പോൾ 1 മൈനസ് കോസ് സ്ക്വയർ ആക്കണമെന്നില്ല, ഈ കോസ് സ്ക്വയറിനെ സൈൻ സ്ക്വയറിലേക്ക് മാറ്റിയാലും കുഴപ്പമില്ല കേട്ടോ. കോസ് സ്ക്വയറിനെ 1 മൈനസ് സൈൻ സ്ക്വയറിലേക്ക് മാറ്റിയാലും കുഴപ്പമില്ല. കാരണം കോസ് 2x 1 മൈനസ് 2 സൈൻ സ്ക്വയർ എക്സ് എന്നുള്ള റിസൾട്ട് ഉണ്ട്. അങ്ങനെയും ചെയ്യാം. ട്രിഗണോമെട്രി ആണോ, ഒരു മെത്തേഡ് തന്നെ വേണമെന്നില്ല. ഇതിപ്പോൾ ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ് വീണ്ടും വന്നിരിക്കുന്നത് അല്ലേ? വ്യത്യാസമുണ്ടോ? Seven cos square x plus 3 sin square x equal to 6. 7 cos square x plus 3 sin square x is equal to 6. Then the value of cos 2x. സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ശരി, റെപ്പറ്റീഷൻ എന്നതാണ്. ഇത് കാണുമ്പോൾ കുറച്ച് പ്രശ്നമുള്ള ക്വസ്റ്റ്യൻ ആണ്, കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതിനകത്ത് ഈ ടേമുകൾ മാത്രം നിങ്ങളൊന്ന് കോൺസെൻട്രേറ്റ് ചെയ്താൽ ചിലപ്പോൾ ഐഡിയ കിട്ടും. ഇത്രയും ടേമുകൾ മാത്രം. ഇങ്ങനെ ഒരു ഫോർമുല പഠിച്ചിട്ടില്ലേ? sin 3x ഈക്വൽ ടു 3 sin x മൈനസ് 4 sin ക്യൂബ് എക്സ്. അതാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. നോക്കൂ, എക്സിന് പകരം ടി കെ എന്ന് കൊടുത്തു. സൈൻ 3tk 3 sin tk മൈനസ് 4 sin ക്യൂബ് tk. എല്ലായിടത്തും ഇങ്ങനെ കൊടുക്കും. ഇനി എല്ലാത്തിനും സിഗ്മ കൊടുക്കും. സിഗ്മ k is equal to 1 to 15. സിഗ്മ k is equal to 1 to 15. സിഗ്മ k is equal to 1 to 15. ഇതിന് വാല്യൂ ഉണ്ടോ? സൈൻ 3tk വാല്യൂ ഉണ്ട്. -24/5. 3 ഇൻറ്റു സൈൻ tk വാല്യൂ ഉണ്ടോ? ഉണ്ട്, 0. -4 ഇൻറ്റു, ഇതാണ് കേട്ടോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ. 4 ഇൻറ്റു പെർ ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യുക? ഇത് 0 ആയി പോയില്ലേ? -24/5 ഈക്വൽ ടു -4 ഇൻറ്റു യുവർ ക്വസ്റ്റ്യൻ. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് പോയിട്ട് 6/5 കിട്ടും. -4ഉം -24ഉം കട്ട് ചെയ്ത് പോകും. 6/5 കിട്ടും. 6/5 കിട്ടും. ഓപ്ഷൻ ബോക്സ്. കാണുമ്പോൾ ഒന്ന് പേടിപ്പിക്കുന്ന ക്വസ്റ്റ്യൻ. ശരിക്കും sin 3x അഥവാ sin 3θ എന്ന് പറയുന്ന വളരെ സിമ്പിൾ ഫോർമുല, NCERT-യിലുള്ള ഫോർമുല, അത് അവർ വേറൊരു ഫോമിൽ സമ്മേഷനൊക്കെ വെച്ച് തന്ന് ഒന്ന് ബുദ്ധിമുട്ടിച്ചു എന്നേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ഇതും സിംപ്ലിഫൈ ചെയ്തൊരു നമ്പറിലേക്ക് നമുക്ക് ഒരു ആൻസറിലേക്ക് എത്തണം. നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത് എന്താണ്? സ്പ്ലിറ്റ് ചെയ്യാം അല്ലേ? കൊസീക്ക് സ്ക്വയർ ബൈ കൊസീക്ക് സ്ക്വയർ 1 മൈനസ് 1 ബൈ കൊസീക്ക് സ്ക്വയർ സൈൻ സ്ക്വയർ. മനസ്സിലായോ? നോക്കൂ, സ്പ്ലിറ്റ് ചെയ്യുന്നു. കൊസീക്ക് സ്ക്വയർ ബൈ കൊസീക്ക് സ്ക്വയർ 1 ബൈ കൊസീക്ക് സ്ക്വയർ സൈൻ സ്ക്വയർ മൈനസ് ഇവിടെ വേണ്ടി സീക്ക് സ്ക്വയർ ബൈ സീക്ക് സ്ക്വയർ 1 ബൈ സീക്ക് സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു എന്ത് കിട്ടും? 1 കട്ടായി പോവും. ബാക്കി എന്ത് കിട്ടും? മൈനസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. ഈ ബ്രാക്കറ്റിന്റെ കാര്യം മറക്കരുത് കേട്ടോ, ഈ മൈനസ് കോമണാ. ഓക്കെ, 1 ഈ മൈനസ് അകത്തേക്ക് ചെല്ലുമ്പോൾ 1 ക്യാൻസൽ ആകും.
cos square theta minus sin square theta is cos 2 theta. Cos 2 theta. Option D. Cos square minus sin square is cos 2 theta. Option D. Okay. Cos square minus sin square is cos 2 theta. Option D. അടുത്ത ക്വസ്റ്റ്യൻ. സൈൻ എക്സ് തന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ. ചുമ്മാ ട്രയാങ്കിൾ വരച്ച് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. എക്സ് എന്നെടുത്താൽ സൈൻ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അഡ്ജസൻറ്റ് എന്ന് പറയുന്നത് 4. സീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്ക് എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ്. ടാൻ എന്ന് പറഞ്ഞാലോ ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. സോ 8/4 ദാറ്റ് ഈസ് 2. ഓപ്ഷൻ ഡി. ബേസിക് ലെവൽ ക്വസ്റ്റ്യൻ. വീണ്ടും പീരീഡിന്റെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. സൈൻ എക്സിന്റെ പീരീഡ് എന്താണ്? സൈൻ എക്സിന്റെ പീരീഡ് 2π, നോട്ട് പൈ. സൈൻ എക്സിന്റെ പീരീഡ് 2π. ഇവിടെ സൈൻ πx/4ന്റെ പീരീഡ് 2π/π/4. ഞാൻ പറഞ്ഞില്ലേ ബൈ എക്സിന്റെ കോഎഫിഷ്യന്റ് എഴുതണം. എന്താണോ പീരീഡ് ബൈ എക്സിന്റെ കോഎഫിഷ്യന്റ് എഴുതുന്നു. എന്താണോ പീരീഡ് ബൈ എക്സിന്റെ കോഎഫിഷ്യന്റ് എഴുതുന്നു. ആൻസർ ഈസ് 8. ആൻസർ ഈസ് 8. ഓപ്ഷൻ ഡി. ആൻസർ ഈസ് 8. ഓപ്ഷൻ ഡി. പീരീഡിന്റെ ക്വസ്റ്റ്യൻ ഇപ്പോൾ 3-4 എണ്ണമായിട്ടോ NCERT-യിൽ ഉണ്ടായിരുന്നില്ല, എങ്കിലും നിങ്ങൾ പഠിക്കണം. അടുത്തത് ഇതും ശരിക്കും നമുക്ക് ഇങ്ങനെ ചെയ്യാം. ലെഫ്റ്റ് ടാൻ ആയതുകൊണ്ട് റൈറ്റും ഞാൻ ടാനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ടാൻ π/12 പ്ലസ് 2x ഈക്വൽ ടു ടാൻ π/2 മൈനസ് 3x എന്ന് എഴുതുന്നു. ഇത് 10th പഠിച്ചുള്ള ഫോർമുല. ടാൻ 90 മൈനസ് തീറ്റ. ടാൻ 90 മൈനസ് തീറ്റ കോട്ട് തീറ്റയാണ്. കോട്ട് 3x-നെ ടാൻ π/2 മൈനസ് 3x എന്ന് മാറ്റുന്നു. എന്തിനാന്ന് ചോദിച്ചാൽ ലെഫ്റ്റിലും ടാൻ ആണ്. അപ്പോൾ ടാൻ അങ്ങ് പോയി കഴിഞ്ഞാൽ π/12 പ്ലസ് 2x ഈക്വൽ ടു π/2 മൈനസ് 3x എന്ന് കിട്ടും. ഇത് ലെഫ്റ്റിലേക്ക് കൊണ്ടുവന്നാൽ 5x, ഏത് 2x പ്ലസ് 3x, 5x ഈക്വൽ ടു π/2 മൈനസ് π/12 എന്ന് കിട്ടുകയും 12 LCM ആയിട്ടെടുത്താൽ 6π മൈനസ് 6π മൈനസ് പൈ 5π എന്ന് കിട്ടുന്നു. 5 കട്ട് ചെയ്തു പോകുന്നു. x ഈക്വൽ ടു π/12. ഓപ്ഷൻ എ. വെരി സിമ്പിൾ. പിന്നെ ഇവിടെ ഈ ഒരു സ്റ്റെപ്പ് എഴുതിയതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ശരിക്കും നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് കളയാനുള്ള പെർമിഷനൊന്നും ഇല്ല. ട്രിഗണോമെട്രിക് ഇക്വേഷൻ വെച്ചാണ് എഴുതേണ്ടത്. ടാൻ എക്സ് ഈക്വൽ ടു ടാൻ വൈ ആണെങ്കിൽ ടാൻ കട്ട് ചെയ്യാനുള്ള പെർമിഷനൊന്നുമില്ല. എക്സ് ഈക്വൽ ടു nπ പ്ലസ് വൈ എന്നാണ് എഴുതേണ്ടത്. അപ്പം ഇതിനെ നിങ്ങൾ π/12 പ്ലസ് 2x ഈക്വൽ ടു nπ പ്ലസ് ദിസ് എന്ന് പറഞ്ഞ് എഴുതണം. വേർ n ഈസ് ആൻ ഇൻറ്റിജർ. n ഈസ് എനി ഇൻറ്റിജർ. ഈ കേസ് ശരിയാവും. എപ്പോഴാണെന്നറിയാമോ? n-ന് 0 കൊടുക്കുമ്പോൾ ഇത് ഓക്കെ ആവും. അപ്പം ഞാൻ ഇതിൻ്റെ ഒരു പർട്ടിക്കുലർ കേസേ ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. നിങ്ങളുടെ ഇപ്പോഴത്തെ കൺസെപ്റ്റ് വെച്ചിട്ട് അത് മതി. ജെ ലെവലൊന്നും അല്ല, ഇങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും. n-ന് ഇപ്പോൾ 1, 2, 3 ഒക്കെ കൊടുത്തൊക്കെ ചെയ്ത് നോക്കേണ്ടി വരും. അതാണ് കറക്റ്റ് റിസൾട്ട് കേട്ടോ. അല്ലാതെ ഒരിക്കലും ടാൻ കട്ട് ചെയ്ത് കളഞ്ഞ പണിയൊന്നും ശരിക്കും പറ്റില്ല. ഇത് എഴുതിയിരിക്കുന്നത് ഈ കൺസെപ്റ്റിൽ നിന്നാണ്. പിന്നെ n-ന് 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ റിസൾട്ടിലേക്ക് എത്തും. നമുക്കിപ്പോൾ ഇത് ചെയ്താൽ മതി, ആൻസർ പെട്ടെന്ന് കിട്ടും. വീണ്ടും കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ തന്നിട്ടുണ്ട്. അത് √2 ആണ്. കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ കാണണം. എന്ത് ചെയ്യും? അത് സീക്ക് പ്ലസ് ടാൻ, സീക്ക് മൈനസ് ടാൻ, അതേ രീതിയിലായിരുന്നെങ്കിൽ നമ്മുടെ കയ്യിൽ റിസൾട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എന്താ? കോസും സൈനുമാണ്. ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ സ്ക്വയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ചെയ്തതുപോലെ ഇതിനെ സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ ഈക്വൽ ടു 2. ഇത് 1 വരും. അപ്പോൾ 2 സൈൻ തീറ്റ കോസ് തീറ്റ ഈക്വൽ ടു 1 കിട്ടി. ഏതാ? സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 1 കിട്ടും. അപ്പുറം ചെല്ലുമ്പോൾ 2 - 1 1 കിട്ടി.
ഇവിടെ നിങ്ങളൊരു കാര്യം ചെയ്യുക, കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ എന്ന് പറയുന്നതിനെ കെ എന്ന് വിളിക്കുക. കെ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ സ്ക്വയർ ചെയ്തോ. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ ഈക്വൽ ടു കെ സ്ക്വയർ. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 2 സൈൻ തീറ്റ കോസ് തീറ്റ ഈക്വൽ ടു കെ സ്ക്വയർ. സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 1. സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 1. 2 സൈൻ തീറ്റ കോസ് തീറ്റ. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അത് 1 അല്ലേ, അതുകൂടെ കൊടുത്തു. ഈക്വൽ ടു കെ സ്ക്വയർ. കെ ആണ് ക്വസ്റ്റ്യൻ. 0 കിട്ടും. പിന്നെ നേരത്തെ പറഞ്ഞ ഐഡിയ ആണ്, ഇതിലും മറ്റൊന്ന് കിട്ടും. അതെന്തായിരുന്നു ഐഡിയ? തീറ്റയ്ക്ക് π/4 കൊടുക്കുന്നു. ഇതേ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തതാ. സെയിം ആ ക്വസ്റ്റ്യൻ ആയിരുന്നു. അല്ല, തീറ്റയ്ക്ക് അത് ടാനാ ചോദിച്ചത് അല്ലേ. സെയിം കൺസെപ്റ്റിൽ അപ്പോൾ 2 ക്വസ്റ്റ്യൻ ആയി. തീറ്റയ്ക്ക് π/4 കൊടുക്കുന്നു. സൈൻ π/4 പ്ലസ് കോസ് π/4 √2 മാക്സിമം വാല്യൂ. അതുകൂടെ കൊടുത്തു കഴിഞ്ഞാൽ 0 കിട്ടും. ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്തോളൂ. ഓക്കെ, നെക്സ്റ്റ്. കുറേ അധികം വാല്യൂസ് തന്നിട്ടുണ്ട്, പേടിക്കേണ്ട. എല്ലാം സിമ്പിളായിട്ട് കട്ടായി പോവും. ഒന്ന് കണക്ട് ചെയ്ത് നോക്കിയാൽ മതി. നോക്കൂ, ഈ വാല്യൂ എടുത്തു. കോസ് 180 പ്ലസ് 26 എന്നെഴുതാം. കോസ് 180 പ്ലസ് 26 എന്ന് വെച്ചാൽ മൈനസ് കോസ് 26 കിട്ടും. 180 പ്ലസ് ഇവിടെയാണ് 180 വരുന്നത്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. 180 പ്ലസ് എന്ന് പറയുമ്പോൾ തേർഡ് ക്വാഡ്രന്റിൽ വരും. തേർഡ് ക്വാഡ്രന്റിൽ കോസ് നെഗറ്റീവാണ്. അടുത്ത ടൈം ഇതെടുത്തു. ഇതിനെ കോസ് 180 മൈനസ് 54 എന്നെഴുതാം. അല്ല, കോസ് 180 മൈനസ് 54. അതെ, ശരിയല്ലേ. 6 വരും, 12 വരും. അപ്പോൾ ഇതും 180 മൈനസ്, ഇതാണ് 180 പ്ലസ് തേർഡിലേക്ക് പോകും. 180 മൈനസ് സെക്കൻഡിലേക്ക് വരും. സെക്കൻഡിലേക്ക് വന്നിട്ടും കാര്യമൊന്നുമില്ല, കോസ് നെഗറ്റീവ് തന്നെയാണ്. ഈ 2 ടൈം അങ്ങനെ തന്നെ എഴുതി. ഏത്? കോസ് 54ന് മാറ്റമൊന്നുമില്ല, കോസ് 26നും മാറ്റമൊന്നുമില്ല. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കുന്നു? കോസ് 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 എല്ലാം കട്ടായി പോകുന്നു. പിന്നെ ആരാ ഉള്ളത്? കോസ് 240 മാത്രം അല്ലേ. കോസ് 240 നമുക്ക് കണ്ടുപിടിക്കാന്നേ. ഇതുപോലെ തന്നെ കോസ് 180 പ്ലസ് 60 എന്ന് എഴുതാം അല്ലേ. കോസ് 180 പ്ലസ് 60. വീണ്ടും സെയിം കൺസെപ്റ്റ് തന്നെ. 180 പ്ലസ് എന്ന് പറയുമ്പോൾ തേർഡിലെത്തി. അപ്പോൾ മൈനസ് കോസ് 60. കോസ് 60 1/2. ആൻസർ മൈനസ് 1/2. ഓപ്ഷൻ സി ഇസ് കറക്റ്റ്. ക്ലിയർ? ഇത്രയും വലിയ ടൈം കണ്ടു എന്ന് വെച്ചാൽ ഒന്നും പേടിക്കണ്ട. വളരെ സിമ്പിളായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഒരു നമ്പറിലേക്ക് എത്തണം. അപ്പോൾ 180 പ്ലസ് തീറ്റ, 180 മൈനസ് തീറ്റ, 90 പ്ലസ് തീറ്റ, ആ ഫംഗ്ഷൻ്റെ പരിപാടിയൊക്കെ ഒന്ന് ഓർത്തിരുന്നോളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഈക്വൽ ടു 0. സൈൻ എക്സ് മൈനസ് കോസ് എക്സ് 0 ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് എഴുതും? സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ് എന്ന് എഴുതും. ഇത് ഇപ്പുറത്തേക്ക് കൊണ്ടുവരും. ഇത് രണ്ട് ഈക്വൽ ആവുന്നത് എക്സ് ഈക്വൽ ടു π/4. π/4 മാത്രമല്ല, സൈൻ എക്സും കോസ് എക്സ് ഈക്വൽ ആവുന്നത് ഫസ്റ്റിൽ അവർ ഈക്വൽ ആവും, സെക്കൻഡിൽ ഈക്വൽ ആവില്ല. കാരണം എന്താ? സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈൻ പോസിറ്റീവും കോസ് നെഗറ്റീവും ആവും. പിന്നെ തേർഡിൽ ഇവർ ഈക്വൽ ആവും. തേർഡ് ക്വാഡ്രന്റിൽ സൈനും കോസും നെഗറ്റീവാണ്. പക്ഷെ ഇവിടെ അവർ പറഞ്ഞേക്കുന്നുണ്ടല്ലോ, ഫസ്റ്റും സെക്കൻഡും മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഒറ്റ വാല്യൂ കിട്ടുള്ളൂ. ദാറ്റ് ഈസ് π/4. സി ഈക്വൽ ടു π/4. മനസ്സിലായോ? സൈൻ എക്സ് ഫസ്റ്റിൽ, സൈനും കോസും ഫസ്റ്റിൽ ഈക്വൽ ആവും, പിന്നെ വന്നിട്ട് തേർഡിൽ ഈക്വൽ ആവും. പക്ഷെ തേർഡിലേക്ക് എടുക്കാൻ പറഞ്ഞിട്ടില്ല. 0 മുതൽ π വരെ അവർ സമ്മതിച്ചിട്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റിലും സെക്കൻഡിലും നിൽക്കണം. സെക്കൻഡിൽ ഇവർ ഈക്വൽ ആവില്ല. കാരണം കോസ് നെഗറ്റീവും
സൈൻ പോസിറ്റീവുമാണ് സെക്കൻഡ് ക്വാഡ്രന്റിൽ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഈ ടൈപ്പ് അപ്പോൾ പല ക്വസ്റ്റ്യൻസ് ആയിട്ടോ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ടൈപ്പ് നോക്കൂ. സൈൻ π/3 മൈനസ് 2x ഈക്വൽ ടു 1/2. 1 റൈറ്റിലേക്ക് കൊണ്ടുപോയി 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സൈനിന് എപ്പോഴാണ് 1/2 വരുന്നത്? സൈനിന് 1/2 വരുന്നത് 30 കൊടുക്കുമ്പോഴാണ്. 30, ഇവിടെ 30 കൊടുക്കുന്നു. അത് ലെഫ്റ്റിലേക്ക് വന്നാൽ ഇത് 60 ആട്ടോ. 60 മൈനസ് 30 ഈക്വൽ ടു 2x. 60 മൈനസ് 30 എന്ന് പറഞ്ഞാൽ 30 വരും. സോ π/12 ഓപ്ഷൻ ഡി കിട്ടും. π/12. π/6 ലെഫ്റ്റിലേക്ക് വന്നു. π/3 മൈനസ് π/6 is 2x. x is equal to π/12. x is equal to π/12. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേ വീണ്ടും പീരിയഡിന്റെ ക്വസ്റ്റ്യൻ. പീരിയോഡിക് ഫംഗ്ഷന്റെ ക്വസ്റ്റ്യൻ നാലാമത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് എൻ്റെ ഓർമ്മ. മസ്റ്റായിട്ട് പഠിച്ചോളൂ കേട്ടോ. ചെറിയൊരു മാറ്റം വരുത്തണം. 2 sin 4 അതൊന്നും പറ്റില്ല, ഒരൊറ്റ ഫംഗ്ഷനിലേക്ക് മാറ്റുന്നു. ദിസ് ബിക്കം sin 8x. ക്ലിയർ? 2 sin θ cos θ ഈക്വൽ ടു sin 2θ. സൈനിന്റെ പീരീഡ് എത്രയാ? 2π. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് പൈ എന്ന് എഴുതൂ. സൈനിന്റെ പീരീഡ് എത്രയാ? 2π. സൈനിന്റെ പീരീഡ് എത്രയാ? 2π divided by coefficient of x. So answer π/4. Option D is correct. Option D is correct. Another simple question. See, വീണ്ടും ആൽഫ തന്നിരിക്കുന്നു എങ്കിൽ ആൽഫ ഏത് ഇന്റർവെല്ലിൽ വരും? ഇത് ട്രിഗണോമെട്രി അല്ല പ്രധാനമായിട്ട് പറഞ്ഞാൽ. ഇത് ഇനീക്വാലിറ്റിയിൽ നിങ്ങൾ പഠിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട റിസൾട്ട് ഉണ്ട്. a+1/a always greater than or equal to 2 when a പോസിറ്റീവ്. a പോസിറ്റീവ് ക്വാണ്ടിറ്റി ആണെങ്കിൽ a+1/a എപ്പോഴും 2വിനേക്കാൾ വലുതായിരിക്കും. എപ്പോഴാണ് 2 കിട്ടുന്നത്? a1 വരുമ്പോൾ. a+1/a എപ്പോഴും -2വിനേക്കാൾ ചെറുതായിരിക്കും. a നെഗറ്റീവ് ആണെങ്കിൽ. എപ്പോഴാണ് -2 വരുന്നത്? a-1 കൊടുക്കുമ്പോൾ. അത് തന്നെയല്ലേ ഈ ക്വസ്റ്റ്യനും. tan² x പ്ലസ് 1/tan²x. ഇത് പോസിറ്റീവ് അല്ലേ? സ്ക്വയർ അല്ലേ? ഇത് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 അല്ലേ? a+1/a ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആ. സോ 2വിനേക്കാൾ വലുതാ. ഓപ്ഷൻ ഇ കിട്ടും. 2 to infinity. ഓപ്ഷൻ ഇ കിട്ടും. ഇത് ഇനീക്വാളിറ്റിയിൽ പഠിക്കുന്ന ഒരു എൻട്രൻസ് റിസൾട്ട് ആണ്. ഓർത്തിരുന്നാൽ നന്നായിരിക്കും. a+1/a greater than or equal to 2 when a is positive, less than or equal to -2 when a is negative. When a equal to 1 you get 2. When a is equal to -1 you get -2. അടുത്ത ക്വസ്റ്റ്യൻ, 3 sin θ. ഇതൊരല്പം ഡിഫറെൻ്റ് ആണെന്ന് തോന്നുന്നു. ഇതൊരല്പം ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ചെറിയൊരു സൂത്രപ്പണിയൊക്കെ അപ്ലൈ ചെയ്ത് നോക്കാം. പക്ഷെ അത് ശരിയാവില്ല കേട്ടോ. കാരണം ഞാൻ ഉദ്ദേശിച്ചത് തീറ്റയ്ക്ക് 0 എടുക്കുക. തീറ്റയ്ക്ക് 0 എടുത്താൽ അത് ശരിയാവൂലോ അല്ലേ? തീറ്റയ്ക്ക് 0 എടുത്താൽ ഇത് 0 ആയിപ്പോയി. ഇവിടെ 1 വരും. അപ്പോൾ 5 കിട്ടും. അപ്പോൾ ആ തീറ്റയ്ക്ക് ഇവിടെ 0 എടുക്കാമെന്ന്. ഇവിടെ തീറ്റയ്ക്ക് 0 എടുത്താൽ -3 വരും. -3 ഇവിടെ ഓപ്ഷനിലില്ല. ഞാൻ നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ നമ്മൾ നേരത്തെ ഇതുപോലെ സ്ക്വയർ ചെയ്യുക. ഇതിനെ സ്ക്വയർ ചെയ്തേ. അപ്പോൾ 9 sin² θ 25 cos² θ plus 30 sin θ cos θ equal to 25. a² plus b² plus 2ab is equal to 25. നേരത്തെ ചെയ്ത പോലെ ഇതിനെ k എന്ന് വിളിക്കുന്നു. 5 sin θ minus 3 cos θ equal to k. സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 25 sin² θ മൈനസ് പ്ലസ് 9 cos² θ. എനിക്ക് k കിട്ടിയാൽ മതി കേട്ടോ. k കിട്ടിയാൽ മതി.
മൈനസ് 30 സൈൻ തീറ്റ കോസ് തീറ്റ ഈക്വൽ ടു കെ സ്ക്വയർ. ഇതിനെ സ്ക്വയർ ചെയ്തു കെ കിട്ടിയാൽ മതി. ഞാനൊരു കാര്യം ചെയ്യും, ഇവിടെ വന്നിട്ട് 25 സൈൻ സ്ക്വയർ തീറ്റ അങ്ങനെ എഴുതുന്നു, 9 കോസ് സ്ക്വയർ തീറ്റ അങ്ങനെ എഴുതുന്നു, മൈനസ്. നോക്കൂ, ഇത് അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും കൊണ്ടുവന്നു. അതായത് ഈ 30 സൈൻ തീറ്റ കോസ് തീറ്റ അപ്പുറം ചിലപ്പോൾ മൈനസ് ആയില്ലേ, 25 ഇപ്പുറം വരട്ടെ. അപ്പോൾ ഈ മൈനസ് ഓഫ് ഇതിന് പകരം ഞാൻ 9 സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 25 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 25 എന്നിട്ടു ഈക്വൽ ടു കെ സ്ക്വയർ. മനസ്സിലായോ? ഇത് ഇത്രയും ടൈം ഇതിന് പകരം, അതായത് 9 സൈൻ സ്ക്വയർ തീറ്റ 25 കോസ് സ്ക്വയർ തീറ്റ മൈനസ് 25 ഈക്വൽ ടു മൈനസ് 30 സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പൊ മൈനസ് 30 സൈൻ തീറ്റ കോസ് തീറ്റയ്ക്ക് വേറെ വാല്യൂ കൊടുത്തു. സി, ഇതെത്ര കിട്ടും? 9 കിട്ടും. ഇതെത്ര കിട്ടും? 25 കിട്ടും. 25 9 ആഡ് ചെയ്താൽ 34 കിട്ടും അല്ലേ? ഇത് മനസ്സിലായില്ലേ? 9 പുറത്തേക്ക് എടുത്ത സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 1, 25 പുറത്തേക്ക് എടുത്ത സൈൻ സ്ക്വയർ പ്ലസ് കോസ് സ്ക്വയർ 1. അപ്പോൾ 25 പ്ലസ് 9 അല്ലേ? എന്തിനാ അങ്ങനെ എഴുതണം അല്ലേ? 25 പ്ലസ് 9 മൈനസ് 25 എന്നിട്ടാ പോരെ. സോ കെ സ്ക്വയർ ഈക്വൽ ടു 9, കെ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3. അപ്പൊ നമ്മൾ പറഞ്ഞത് തെറ്റൊന്നുമില്ല, -3 വേണമെങ്കിൽ വരാം, പക്ഷെ ആ ഒരു ഓപ്ഷനിൽ +3 കൊടുത്തിട്ടുള്ളൂ. അപ്പൊ നമ്മളെ സൂത്രപ്പണി നടക്കില്ല. എന്റെ സൂത്രപ്പണി എന്ന് വെച്ചാൽ തീറ്റയ്ക്ക് 0 കൊടുത്തു, അപ്പൊ ഇത് ശരിയാവുന്നുണ്ട്. ആ തീറ്റയ്ക്ക് തന്നെ 0 കൊടുത്ത് അവിടെ ആൻസർ കിട്ടുമെന്ന് വിചാരിച്ചു, അത് ഇവിടെ പറ്റുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ, സ്ക്വയർ ചെയ്തു. ഇപ്പൊ ഈ ടൈപ്പും കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തു കേട്ടോ, സ്ക്വയർ ചെയ്തിട്ടുള്ള സിംപ്ലിഫിക്കേഷൻ. അടുത്തത് കോസ് തീറ്റ തന്നിട്ടുണ്ട്, ടാൻ സ്ക്വയർ തീറ്റ ബൈ 2 കാണണം, ആൽഫ ബൈ 2 എന്നൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്താലോ? സി, ഇങ്ങനെ എഴുതുക ക്വസ്റ്റ്യൻ. കോസ് തീറ്റ ബൈ 1 ഈക്വൽ ടു 2 കോസ് ആൽഫ പ്ലസ് 1 ബൈ 2 പ്ലസ് കോസ് ആൽഫ. എന്നിട്ട് കോമ്പോണന്റോ ഡിവിഡന്റോ എന്ന് പറയുന്ന പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുക. കോമ്പോണന്റോ ഡിവിഡന്റോ. അപ്പോൾ കോസ് തീറ്റ പ്ലസ് 1 ബൈ കോസ് തീറ്റ മൈനസ് 1 ഈക്വൽ ടു 2 കോസ് ആൽഫ പ്ലസ് 1 പ്ലസ് 2 പ്ലസ് കോസ് ആൽഫ ബൈ 2 കോസ് ആൽഫ പ്ലസ് 1 മൈനസ് 2 പ്ലസ് കോസ് ആൽഫ. പ്രോപ്പർട്ടി അറിയില്ലാത്തവരുണ്ടോ? ഇത്രയേ ഉള്ളൂ. എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി. ഇത് എ ബൈ ബി ഈക്വൽ ടു സി ബൈ ഡി. ചുമ്മാ അത് ആഡ് ചെയ്യുകയോ സബ്ട്രാക്ട് ചെയ്യുകയോ ചെയ്യുന്നു. എ പ്ലസ് ബി ബൈ എ മൈനസ് ബി എന്നെഴുതി ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. കോസ് തീറ്റ പ്ലസ് 1 കോസ് തീറ്റ മൈനസ് 1. സി പ്ലസ് ഡി ബൈ സി മൈനസ് ഡി. ദിസ് പ്ലസ് ദിസ്, ഈ ആഡ് ചെയ്യുന്നതിനെ കോമ്പണന്റോ എന്ന് വിളിക്കും, മൈനസ് ചെയ്ത് ഡിവിഡൻ. അപ്പൊ ഇതിനകത്തുനിന്ന് ഈ 1 പ്ലസ് കോസ് തീറ്റയ്ക്ക് ഫോർമുലയുണ്ട് 2 കോസ് സ്ക്വയർ തീറ്റ ബൈ 2. ഇതിനകത്തുനിന്ന് മൈനസ് പുറത്തേക്ക് എടുത്താൽ 1 മൈനസ് കോസ് തീറ്റയ്ക്ക് ഫോർമുലയുണ്ട് 2 സൈൻ സ്ക്വയർ തീറ്റ ബൈ 2. എന്നിട്ടോ 1 പ്ലസ് 2 3 കിട്ടും, 3 കോസ് ആൽഫയും വരും. 3 പുറത്തേക്ക് എടുത്താൽ 1 പ്ലസ് കോസ് ആൽഫ വരും. 1 മൈനസ് 2 മൈനസ് കിട്ടും, 1 മൈനസ് 2 മൈനസ് 1 വരും. 2 കോസ് ആൽഫ മൈനസ് കോസ് ആൽഫ പ്ലസ് വരും. -1 പ്ലസ് കോസ് ആൽഫ എന്ന് വരും. 2 കട്ട് ചെയ്യാം. ഇവിടെ കോട്ട് സ്ക്വയർ തീറ്റ ബൈ 2 എന്നിടാം. സീക്വൽ ടു 3 ഇൻറ്റു, നിങ്ങൾക്ക് എന്താ ആവശ്യം? ടാൻ സ്ക്വയർ ആണ്, കുഴപ്പമില്ല, റെസിപ്രോക്കൽ എടുക്കാം. 3 ഇൻറ്റു. അപ്പൊ നിങ്ങൾ ചോദിക്കും ഈ മൈനസ് എവിടെ പോയി?
ആ മൈനസ് ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ തിരിച്ചിട്ടു. അപ്പോൾ 2 cos സ്ക്വയർ ആൽഫ ബൈ 2 ഇവിടെ അപ്ലൈ ചെയ്ത അതേ ഫോർമുല തന്നെ. 1 മൈനസ് കോസ് 2 സൈൻ സ്ക്വയർ ആൽഫ ബൈ 2. 2 ക്യാൻസൽ. കോസ് സ്ക്വയർ ബൈ സൈൻ സ്ക്വയർ കോട്ട് സ്ക്വയർ. അപ്പോൾ എനിക്ക് കിട്ടുന്നത് കോട്ട് സ്ക്വയർ തീറ്റ ബൈ 2 ഈക്വൽ ടു 3 കോട്ട് സ്ക്വയർ ആൽഫ ബൈ 2. നമുക്ക് ടാൻ സ്ക്വയർ ആണ് വേണ്ടത്. രണ്ട് സൈഡും റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ ടാൻ സ്ക്വയർ തീറ്റ ബൈ 2 ഈക്വൽ ടു 1/3 ഇൻറ്റു ടാൻ സ്ക്വയർ ആൽഫ ബൈ 2. 1/3 ഇൻറ്റു ടാൻ സ്ക്വയർ ആൽഫ ബൈ 2 ഓപ്ഷൻ എ. രണ്ട് സൈഡും റെസിപ്രോക്കൽ എടുത്തു. കാരണം ടാൻ സ്ക്വയർ തീറ്റ ബൈ 2 ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ചിലപ്പോൾ ആ കോമ്പണൻറ്റോ ഡിവിഡൻറ്റോ പ്രോപ്പർട്ടി എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ കാണുന്നതാണ്. കെഎം ലെവലിൽ ജെയിലൊന്നും അങ്ങനെ ഉപയോഗിക്കുന്നു. പിന്നെ ആ 1 പ്ലസ് കോസ് എക്സിൻ്റെയും 1 മൈനസ് കോസ് എക്സിൻ്റെയും റിസൾട്ട്. കുറേയൊക്കെ നിങ്ങൾ ആ ഓപ്ഷൻ എത്തിക്കഴിയുമ്പോഴാണ് നമുക്കൊരു ഐഡിയ കിട്ടുന്നത്. സ്പ്ലിറ്റ് ചെയ്യുന്നു അല്ലേ? സീക്ക് സ്ക്വയർ ബൈ സീക്ക് സ്ക്വയർ 1 കിട്ടും. 1 ബൈ സീക്ക് സ്ക്വയർ 15. 1 മൈനസ് കോസ് സ്ക്വയർ 15. സൈൻ സ്ക്വയർ 15. സൈൻ 15ന്റെ വാല്യൂ നമ്മൾ പറഞ്ഞു. അത് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. 2 മൈനസ് റൂട്ട് 3 ബൈ 2 അല്ല 1 മൈനസ് 2 റൂട്ട് 3 ബൈ 2. ഒന്നുകിൽ റിസൾട്ട് അപ്ലൈ ചെയ്യാം, അതല്ല എങ്കിൽ വീണ്ടും ഇതിനെ മാറ്റുക. ഏത്? സൈൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2x ബൈ 2. 2 സൈൻ സ്ക്വയർ എക്സ് ഇസ് ഈക്വൽ ടു 1 മൈനസ് കോസ് 2 തീറ്റ. അപ്പോൾ ഇവിടെ നിന്ന് വേണമെങ്കിൽ 1 മൈനസ് നേരത്തെ ചെയ്ത ക്വസ്റ്റൻ ആണോ? ഇതേ മോഡൽ ഓർമ്മ ചെയ്തതുപോലെ അല്ലേ? റൂട്ട് 3 ബൈ 2 ബൈ 2 വരും. 2 LCM ആയിട്ട് എടുത്താൽ 2 മൈനസ് റൂട്ട് 3 ബൈ 4 വരും. 2 മൈനസ് റൂട്ട് 3 ബൈ 4. 2 മൈനസ് റൂട്ട് 3 ബൈ 4. ഓപ്ഷൻ എ അല്ലേ വരിക? തെറ്റിയോ? കോസ് 30 റൂട്ട് 3 ബൈ 2. 2 മൈനസ് റൂട്ട് 3 ബൈ 4 തന്നെയാണ് വരുള്ളൂ. അതെ അല്ലേ? അല്ലെങ്കിൽ ആ ഫോർമുല അപ്ലൈ ചെയ്ത് അല്ല ഫോർമുല എല്ലാ വാല്യൂസ് മറ്റേ സൈൻ 15ൻ്റെയും കോസ് 15ൻ്റെയും ടാൻ 15ൻ്റെയും ഒക്കെ വാല്യൂ ബൈ ഹാർട്ട് ഓർക്കുവാണെങ്കിൽ അത് അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല. റൂട്ട് 3 മൈനസ് 1 ബൈ 2 റൂട്ട് 2 അല്ലേ? ഇവിടെ നമ്മൾ കഴിഞ്ഞൊരു ഇതിൽ പറഞ്ഞായിരുന്നു റൂട്ട് 3 മൈനസ് 1 ബൈ 2 റൂട്ട് 2 സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ 3 മൈനസ് 2 റൂട്ട് 3 പ്ലസ് 1 ബൈ 4 അല്ല 8 വരും. അപ്പോൾ 4 മൈനസ് 2 റൂട്ട് 3 ബൈ 8 വരും. 2 കട്ട് ചെയ്ത് കളഞ്ഞിട്ട് 2 മൈനസ് റൂട്ട് 3 ബൈ 4 കിട്ടും. എന്നാലും കുഴപ്പമില്ല. അതാണ് ഇങ്ങനെ ചെയ്യാം. പക്ഷെ ആ റിസൾട്ട് ഓർക്കണം, വാല്യൂസ് ഓർക്കണം. സൈൻ 15 2 മൈനസ് റൂട്ട് 3 ബൈ 2 റൂട്ട് 3 മൈനസ് 1 ബൈ 2 റൂട്ട് 2 റൂട്ട് 3 മൈനസ് 1 ബൈ 2 റൂട്ട് 2. കോസ് 15 റൂട്ട് 3 പ്ലസ് 1 ബൈ 2 റൂട്ട് 2. ടാൻ 15 2 മൈനസ് റൂട്ട് 3. കോട്ട് 15 2 പ്ലസ് റൂട്ട് 3. ഓർത്തില്ലാലും കുഴപ്പമില്ലെന്ന് ഈ ഫോർമുല വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഫോർമുലയൊക്കെ നമ്മൾ പല സിറ്റുവേഷനിലും അപ്ലൈ ചെയ്യുന്നതല്ലേ. ഇതും വാല്യൂ ബൈ ഹാർട്ട് അറിയില്ല, ഒരു സംശയം വിചാരിക്കേണ്ട, ഓപ്ഷൻ ബോക്സേ വരുള്ളൂ. കാരണം ഒന്ന് സൈൻ സ്ക്വയർ മറ്റത് കോസ് സ്ക്വയർ ആക്കുക 1 ആകും. പക്ഷെ ആംഗിൾ സെയിം ആക്കണം. അതിനുവേണ്ടി ആദ്യത്തെ നടപടി ഇതിനെ നമുക്ക് സൈൻ സ്ക്വയർ മാറ്റിയിട്ട് കോസ് സ്ക്വയർ ആക്കാം. അപ്പോൾ എന്ത് വരും? കോസ് സ്ക്വയർ പൈ ബൈ 2 മൈനസ് 3 പൈ ബൈ 8 എന്നാക്കി. ഏതാ ഫോർമുല? കോസ് 90 മൈനസ് തീറ്റ സൈൻ തീറ്റ. കോസ് 90 മൈനസ് തീറ്റ സൈൻ തീറ്റ. കോസ് 90 മൈനസ് തീറ്റ സൈൻ തീറ്റ. കോസ് സ്ക്വയർ 8 LCM ആയിട്ട് എടുത്താൽ എന്ത് കിട്ടും? 4 പൈ മൈനസ് 3 പൈ കോസ് സ്ക്വയർ പൈ ബൈ 8 പ്ലസ് ഈ ടൈമോ സൈൻ സ്ക്വയർ. ഇത് സൈൻ സ്ക്വയർ തന്നെ വന്നോട്ടെ, പക്ഷെ ഇതേ ആംഗിൾ തന്നെ വരണം വേണ്ടേ? സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് 1 വരുള്ളൂ. അപ്പോൾ ഇവിടെ പൈ ബൈ 8 ആണെങ്കിൽ മറ്റതും പൈ ബൈ 8 തന്നെ വരണം. അപ്പോൾ പൈ മൈനസ് പൈ ബൈ 8 എന്ന് കിട്ടും. സൈൻ പൈ മൈനസ് പൈ ബൈ 8 സൈൻ പൈ ബൈ 8 തന്നെയാണ്. സൈൻ സ്ക്വയർ പൈ ബൈ 8.
Sin square pi by 8 plus cos square pi by 8 is 1. Sin square pi by 8 plus cos square pi by 8. Sin square pi by 8 plus cos square pi by 8 is 1. Very simple, answer 1. അടുത്തത് സൈൻ തീറ്റ ഈക്വൽ ടു ബി ബൈ എ തന്നിട്ടുണ്ട്. ഒരു സംശയം വിചാരിക്കേണ്ട, ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ബി ബൈയിലേക്ക് കൊണ്ടുവരാം. എ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ 1 പ്ലസ് ബി ബൈ എ, 1 മൈനസ് ബി ബൈ എ, 1 മൈനസ് ബി ബൈ എ, 1 പ്ലസ് ബി ബൈ എ. ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ കംപ്ലീറ്റ് എ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 1 പ്ലസ് സൈൻ തീറ്റ, 1 മൈനസ് സൈൻ തീറ്റ, 1 മൈനസ് സൈൻ തീറ്റ, 1 പ്ലസ് സൈൻ തീറ്റ. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 പ്ലസ് സൈൻ തീറ്റ, 1 മൈനസ് സൈൻ തീറ്റ. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ. റൂട്ട് വേണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാട്ടോ, കുഴപ്പമൊന്നുമില്ല. മറ്റു ഒറ്റ റൂട്ടിനകത്ത് എഴുതുന്നു. ഇതിങ്ങോട്ട് വരുമ്പോൾ റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ 1 പ്ലസ് സൈൻ തീറ്റ. റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ തീറ്റ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ 1 മൈനസ് സൈൻ ക്യാൻസൽ 2. 1 മൈനസ് സൈൻ തീറ്റ ഇൻറ്റു 1 പ്ലസ് സൈൻ തീറ്റ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. 1 മൈനസ് സൈൻ സ്ക്വയർ കോസ് സ്ക്വയർ, കോസ് സ്ക്വയറിൻ്റെ റൂട്ട് കോസ്, 2 ബൈ കോസ്, 2 ബൈ കോസ്, 2 ബൈ കോസ്. ഓപ്ഷൻ എ 2 ബൈ കോസ്. മനസ്സിലായോ? ഞാൻ എന്തിനാ എ കൊണ്ട് ഡിവൈഡ് ചെയ്തേ? ഇവിടെ ബി ബൈ എ സൈൻ തന്നിട്ടുണ്ട്. അപ്പോൾ എ കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ബി ബൈ എ വന്നു. അങ്ങനെ ഇവിടെ സൈൻ കൊണ്ടുവന്നു. പിന്നെ എന്ത് ചെയ്യാം? LCM കണ്ടേക്കാന്ന് വെച്ചു, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എത്തുന്നു. നമ്മളിത് ചെയ്യുന്നതിന് ഒരു ലോജിക്ക് ഉണ്ട്. കാരണം നമുക്ക് തന്നിരിക്കുന്ന ആൻസറിലൊന്നും എയോ ബിയോ ഇല്ല, കംപ്ലീറ്റ് തീറ്റയാണ്. അപ്പോൾ എനിക്ക് എന്തായാലും എ ബിയും ഇവിടെ നിന്ന് മാറ്റണം. എങ്ങനെ മാറ്റും? ബി ബൈ എ അവിടെ കൊണ്ടുവരണം. എങ്ങനെ ബി ബൈ എ കൊണ്ടുവരും? ഡിവൈഡ് ചെയ്യണം. ഈ ഓപ്ഷനും ശരിക്കും നമ്മൾ നോക്കുന്നു. ഇത് നമ്മൾ ഓൾറെഡി ചെയ്ത ക്വസ്റ്റ്യനാണ്. നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഏകദേശം നമ്മളൊരു 36-37 ക്വസ്റ്റ്യൻസോളം ചെയ്തു. 2024 കേരള എൻട്രൻസിന് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തു. 7 മുതൽ 8 വരെ ക്വസ്റ്റ്യൻസ് വരെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം. NCERT-യിൽ കാണാത്ത പീരീഡിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. സിമ്പിൾ ക്വസ്റ്റ്യനെ ചോദിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് ഒത്തിരി ടഫ് കൺസെപ്റ്റിലേക്ക് ഒന്നും പോകണ്ട. പിന്നെ ടാൻ എ പ്ലസ് ബി, ടാൻ എ മൈനസ് ബി, 1 പ്ലസ് കോസ് 2a, 1 മൈനസ് കോസ് 2a, അത് വെച്ചിട്ടുള്ള ഫോർമുല, സൈൻ 2a, 2 സൈൻ എക്സ്, അങ്ങനെ കുറേ ഫോർമുല. പിന്നെ പൈ ബൈ 2 പ്ലസ് പൈ ബൈ 2 മൈനസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, NCERT കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ശരിക്കും എടുത്ത് പഠിച്ചാൽ മതി. ട്രിഗണോമെട്രിയിൽ നിന്ന് 8 ക്വസ്റ്റ്യൻ ചോദിച്ചാൽ 8ഉം നിങ്ങൾക്ക് ചെയ്യാം.